ഭഗവാൻ രുക്മിണി ദേവിയെ വിവാഹം ചെയ്തു. ആ രുക്മിണിയിലുണ്ടായ പുത്രന്മാരുടെയൊക്കെ സമ്പ്രദായം ചോദിച്ചപ്പോൾ പറഞ്ഞു, രുക്മിണി ദേവിയിൽ ഒരു പുത്രൻ ഉണ്ടായി. ആ പുത്രന്റെ പേരാണ് പ്രദ്യുമ്നൻ എന്ന് പറയും. ഈ പ്രദ്യുമ്നൻ ജനിച്ചു 10 ദിവസം തികയണതിന്റെ മുമ്പ് ശമ്പരൻ എന്ന പേരായിട്ടൊരു അസുരൻ ഈ ശിശുവിനെ കൊണ്ടുപോയിട്ട് കൊല്ലാനായിട്ട് കടലിലെറിഞ്ഞു എന്ന് പറയും. അങ്ങനെ ഈ കടലിലെറിഞ്ഞ ശിശുവിനെ ഒരു മത്സ്യം പിടിച്ച് മെഴുങ്ങി. ആ മത്സ്യത്തെ ഒരു മുക്കുവൻ പിടിച്ചു. അപ്പൊ കൂട്ടത്തിലേക്ക് വലിയ മത്സ്യം ആയതുകൊണ്ട് മുക്കുവൻ ആ മത്സ്യത്തെ ഈ ശമ്പരൻ എന്ന പേരായ അസുരന് കാഴ്ചവെച്ചു. അസുരൻ ഈ മത്സ്യത്തെ അടുക്കളക്കാരനെ ഏൽപ്പിച്ചു. അടുക്കളക്കാരൻ ഈ മത്സ്യത്തെ കീറി മുറിച്ചു നോക്കിയപ്പം ഈ മത്സ്യത്തിന്റെ വയറിന്റെ ഉള്ളില് ഈ വിധത്തിലൊരു ശിശുവിനെ, മനുഷ്യ ശിശുവിനെ, ജീവനുള്ള ശിശുവിനെ കണ്ടപ്പം അതിനെ അന്ന് രാജാവ് ഇങ്ങനെ ഈ വിവരം അറിഞ്ഞു. അപ്പൊ അതിനന്ന് അടുക്കളക്കാരിയായിട്ടുള്ള മായാവതി എന്ന പേരായിട്ടുള്ള ഒരു സ്ത്രീയുടെ അവർക്ക് കൊടുത്തു. ഈ മായാവതി ഈ ശിശുവിനെ കൊണ്ടുപോയിട്ട് വളർത്താനായിട്ട് പുറപ്പെട്ട സമയത്ത് നാരദ മഹർഷി പറഞ്ഞു, ഇത് സാധാരണ ശിശു അല്ല, ഭഗവാൻ ശ്രീപരമേശ്വരന്റെ നേത്രാഗ്നിയിൽ പണ്ട് ദഹിച്ചു പോയ കാമദേവൻ വീണ്ടും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പുത്രനായിട്ട് പ്രദ്യുമ്നൻ എന്ന പേരിൽ അവതരിച്ചതാണ്, മഹായോഗ്യനായിട്ട് തീരും എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചു. അങ്ങനെ ഈ പുത്രൻ വളർന്ന് യോഗ്യനായി. ആ കുമാരന് ഈ മഹാമായ വിദ്യ പോലെയുള്ളതായ ചില വിദ്യകള് മായാവതി പഠിപ്പിച്ചു കൊടുത്തു. ആ മഹാമായ വിദ്യയുടെ പ്രഭാവം കൊണ്ട് ശമ്പരനെ വധിച്ച് മായാവതിയോട് കൂടിയിട്ട് ഈ കുമാരൻ ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. അപ്പൊ ദ്വാരകാപുരിവാസികള് ഭഗവാന്റെ ആകൃതിയും പ്രകൃതിയും കണ്ടപ്പം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് വരുന്നത് എന്ന് വിചാരിച്ചു. ദ്വാരകയിലുള്ളവർ രുക്മിണീദേവിയൊക്കെ വിചാരിച്ചു തൻ്റെ പുത്രൻ മരിച്ചുപോയി, ഉണ്ണിയുണ്ടച്ച അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ എന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് നാരദ മഹർഷി പുത്രന്റെ കഥ, പ്രദ്യുമ്നനാണ് ഇത്, പണ്ട് ശമ്പരൻ കൊണ്ടുപോയി കൊന്നതാണ് എന്നൊക്കെയുള്ള കഥകൾ പറഞ്ഞു കൊടുത്തു. അപ്പം ശമ്പരൻ കൊല്ലാൻ പുറപ്പെട്ടു. മരിക്കാതെ തിരിച്ചെത്തിയ കുമാരനെ അന്ന് മരിച്ചുപോയവൻ തിരിച്ചു വന്ന പോലെ കണക്കാക്കിയിട്ട് അഹോ മൃത ഇവായാത, മരിച്ചുപോയ ആള് തിരിച്ചു വരികയാണ് ഉണ്ടായത് എന്ന് കണക്കാക്കി ദ്വാരകാപുരിവാസികൾ സന്തോഷിച്ചു എന്നും പറയും. അപ്പൊ ഇത് കേട്ടപ്പോഴാണ് ഇദ്ദേഹം പരീക്ഷിത്ത് ചോദിച്ചു ഭഗവാനോട്, ഈ ശ്രീ ശുഖബ്രഹ്മർഷിക്ക് ഇനിയിപ്പം അദ്ദേഹം ഭഗവാന്റെ വിവാഹങ്ങളെ കുറിച്ചാണ് പരീക്ഷിത്ത് ഈ ശ്രീ ശുഖബ്രഹ്മർഷിയോട് ചോദിച്ചത്. അപ്പൊ മഹർഷി ഭഗവാന്റെ വിവാഹങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്ത കാലത്ത് യാദവന്മാരുടെ കൂട്ടത്തില് സത്രാജിത്ത് എന്ന പേരായിട്ടൊരു യോഗ്യൻ ഉണ്ടായി. അദ്ദേഹം സൂര്യനെ ഉപാസിക്കുക കാരണത്താൽ സത്രാജിത്തിന് സൂര്യ ഭഗവാൻ ഒരു രത്നം കൊടുത്തു. അതിന്റെ പേരാണ് സ്യമന്തകം എന്ന് പറയും. ഈ സ്യമന്തകം സൂര്യനെ പോലെ തിളങ്ങണ മണിയായതുകൊണ്ട് സത്രാജിത്ത് സദാ ഈ രത്നം കഴുത്തിൽ തൂക്കി നടക്കുകയാണ് പതിവ്. ഒരിക്കൽ ദ്വാരകയിലും ഇങ്ങനെ വന്നു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഈ രത്നം ഇങ്ങനെ കൊണ്ട് നടക്കണ്ട, ആപത്താവും, അതുകൊണ്ട് എവിടെയെങ്കിലും സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദ്വാരകയിൽ സൂക്ഷിക്കാമെന്നും പറഞ്ഞു. ഇതൊന്നും സത്രാജിത്തിന് മനസ്സിലായില്ല. സത്രാജിത്ത് വിചാരിച്ചു ശ്രീകൃഷ്ണൻ തൻ്റെ രത്നം കൈക്കലാക്കാനുള്ള തന്ത്രം പറയുകയാണ് വിചാരിച്ചിട്ട് രത്നം കൊടുത്തില്ല. എന്ന് മാത്രമല്ല അതങ്ങനെ അഹങ്കാരത്തോടു കൂടി കൊണ്ടു നടന്നു. അക്കാലത്ത് സത്രാജിത്തിന്റെ സഹോദരൻ അനിയൻ പ്രസേനജിത്ത് കാട്ടിലേക്ക് പോകുമ്പം ഈ രത്നം വാങ്ങി കഴുത്തിൽ തൂക്കി കാട്ടിൽ ചെന്നു. കാട്ടിൽ ചെന്ന സത്രാജിത്തിന്റെ അനിയനെ ഒരു സിംഹം കൊന്നു. സിംഹത്തെ കൊന്ന് ഈ രത്നം ജാമ്പവാൻ കൈക്കലാക്കി. ജാമ്പവാൻ ഈ രത്നം ഗുഹയിൽ കൊണ്ടുവന്ന് ഒരു കല്ലാണെന്ന് മനസ്സിലാക്കിയപ്പം അത് തൻ്റെ കുട്ടികളൊക്കെ കളിക്കാനായിട്ട് കൊടുത്തു. അങ്ങനെ ഈ സത്രാജിത്തിന്റെ അനിയൻ കാട്ടിലേക്ക് പോയിട്ട് കാണാതെ വന്ന സമയത്ത് നാട്ടുകാരൊക്കെ ചോദിച്ചു സത്രാജിത്തിനോട്, എവിടേക്കാ പോയത്, അനിയൻ കാണാനില്ലല്ലോ, എന്ത് പറ്റിയെന്ന്. അപ്പൊ സത്രാജിത്ത് പറഞ്ഞു, തൻ്റെ അനിയനെ കൃഷ്ണൻ കൊന്നതാണ് രത്നം കൈക്കലാക്കാനായിട്ട്, അതാണ് തിരിച്ചു വരാത്തത് എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ വരുന്നു. പിന്നെ ഭഗവാനാണ് സത്രാജിത്തിന്റെ അനിയനെ കൊന്നത് എന്നുള്ള വർത്തമാനം ലോകത്ത് സർവത്ര പരന്നപ്പോൾ ഭഗവാൻ ഈ വർത്തമാനം കേട്ടു. സത്യാവസ്ഥ മനസ്സിലാക്കാനായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ 10-12 യാദവന്മാരെയും കൂട്ടിയിട്ട് കാട്ടിലേക്ക് പുറപ്പെട്ടു. കാട്ടിലെ പ്രസേനൻ മരിച്ചു കിടക്കുന്നതും പ്രസേനന്റെ സമീപത്ത് നിന്ന് സിംഹത്തിന്റെ കാൽപാദം കിടക്കുന്നതും ആ കാൽപാദം നോക്കിപ്പോയി സിംഹം ചത്ത് കിടക്കുന്നതും സിംഹത്തിന്റെ അടുത്തുനിന്ന് പോണ കാൽപാദം നോക്കിപ്പോയി ജാമ്പവാന്റെ ഗുഹയുടെ വാതിൽക്കൽ എത്തിയതും ഈ യാദവന്മാരെ ഗുഹയുടെ വാതിൽക്കൽ നിർത്തിയിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗുഹയുടെ ഉള്ളിലേക്ക് കയറിയതും ഗുഹയുടെ ഉള്ളിൽ വെച്ച് രത്നം കുട്ടികൾ കളിക്കുന്നതായിട്ട് കണ്ടതും ഒരേ സമ്പ്രദായത്തിലുണ്ടായി. ആ രത്നം ഭഗവാൻ കൈക്കലാക്കിയ സമയത്ത് കുട്ടികളുടെ ശബ്ദം കേട്ട് ജാമ്പവാൻ വന്നു. ജാമ്പവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൂടെ 28 ദിവസമാണ് യുദ്ധം ചെയ്തത്. ആസീൽ തദ്ഷ്ടാവിംശാഹം ഇതരേതര മുഷ്ടിഭി എന്ന് പറയും. പരസ്പരം ദ്വന്ദ്വയുദ്ധം ചെയ്ത് 28 ദിവസം കഴിച്ചുകൂട്ടി. അങ്ങനെ 28 ദിവസം ദ്വന്ദ്വയുദ്ധം ചെയ്തിട്ടും ഭഗവാനെ തോൽപ്പിക്കാൻ സാധിക്കാതെ കണ്ട് വന്നപ്പോൾ ജാമ്പവാൻ ചിന്തിച്ചു, എന്താണാവോ തനിക്ക് ഇങ്ങനെയൊക്കെ, പണ്ട് രാവണനോടൊക്കെ യുദ്ധം ചെയ്ത തനിക്ക് ഭഗവാനെ, ഈ മനുഷ്യനെ തോൽപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചപ്പോഴാണ് ഭഗവാൻ തൻ്റെ പഴയ ആ ശ്രീരാമസ്വരൂപം കാണിച്ചു കൊടുത്തു.
അപ്പോഴാണ് ഈ ജാംബവാന് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഭഗവാനാണെന്ന് മനസ്സിലായതും അദ്ദേഹത്തിന് സന്തോഷമായി അടുത്തേക്ക് ചെന്ന് നമസ്കരിച്ചു. അപ്പോഴാണ് ജാംബവാൻ ചിന്തിച്ചു, ഭഗവാനെ ഈ വിധത്തിലൊക്കെ ഈ ഇടിക്കലും ഒക്കെ ഡെയിലി ഇനിയിപ്പോൾ എന്താ അതിനൊരു പരിഹാരം എന്ന് ചിന്തിച്ചിട്ട് തൻ്റെ പുത്രി ജാംബവതിയെ ഭഗവാൻ വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെയാണ് ജാംബവതി പരിണയം ഉണ്ടായത്. ഈ സത്രാജിത്തിന്റെ രത്നം ജാംബവാന്റെ ഗുഹയെന്ന് കൈക്കലാക്കി ജാംബവതിയോട് കൂടി മടങ്ങി വന്ന് രത്നം കൊണ്ടുപോയിട്ട് സത്രാജിത്തിന് സമർപ്പിച്ചു. സത്രാജിത്തിന് സന്തോഷമായി. സത്രാജിത്തും വിചാരിച്ചു, ഈ അപരാധം ചെയ്യാത്ത ഭഗവാനെ അപരാധിയായിട്ട് പരദൂഷണം പറഞ്ഞ് പരത്തി പാപമുണ്ടാക്കിയില്ലേ താൻ, എന്താണ് പരിഹാരം എന്ന് ചിന്തിച്ചു. ഈ രത്നം കൊണ്ടുപോയിട്ട് ഭഗവാന് സമർപ്പിച്ചു. ഭഗവാൻ പക്ഷേ രത്നം വാങ്ങാൻ കൂട്ടാക്കിയില്ല. അപ്പൊ താൻ ഈ രത്നം കൊടുത്തിട്ട് വാങ്ങണില്ല എന്ന് കണ്ടപ്പോൾ തൻ്റെതായിട്ട് ഇപ്പം എന്താ വേറെ ഒന്നും കൊടുക്കാനുള്ളതെന്ന് ചിന്തിച്ചപ്പോഴാണ് തൻ്റെ മകള് ജാംബവതി വിവാഹം ചെയ്ത മാതിരി സത്യഭാമ ഉണ്ടായിരുന്നു. ആ സത്യഭാമയെ സത്രാജിത്ത് ഭഗവാന് കൊടുത്തു. അങ്ങനെ സത്രാജിത്ത് മകളെ വിവാഹം ചെയ്ത് കൊടുത്തതനുസരിച്ച് ഭഗവാൻ ഈ സത്യഭാമയെ വിവാഹം ചെയ്തു. അങ്ങനെ 2 വിവാഹം ഉണ്ടായി എന്ന് പറയും. ആ കാലത്ത് ഈ രത്നം ഒക്കെ ഭഗവാന്റെ കാൽക്കൽ വീണ്ടും കൊണ്ടുപോയി സമർപ്പിച്ചു വെച്ചാലും ഭഗവാൻ ആ രത്നം വാങ്ങാൻ കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല, ഇവിടെ ഇരിക്കട്ടെ, ഇവിടെ ഇരുന്നാലും ഞങ്ങൾക്ക് തന്നെയാണല്ലോ അതിൻ്റെ ഫലം എന്ന് പറഞ്ഞിട്ട് വയം ച ഫലഭാഗ്യന എന്ന് പറഞ്ഞ് ഭഗവാൻ അതിനെ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. ആ കാലത്ത് കുറച്ചു കാലം കഴിഞ്ഞ് ഈ സത്രാജിത്തിന്റെ മകളെ വിവാഹം ചെയ്തിരിക്കുന്ന കാലത്ത് ഒരിക്കല് പാണ്ഡവന്മാര് അരക്കില്ലത്തിൽ മരിച്ചുപോയി, ദഹിച്ചുപോയി എന്ന് കേട്ടിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പാണ്ഡവന്മാരെ കാണാനായിട്ട് ലോകമര്യാദ അനുസരിച്ചിട്ട് ഹസ്തിനാപുരത്തേക്ക് പുറപ്പെട്ടു. ഹസ്തിനാപുരത്തേക്ക് ഭഗവാൻ രാമകൃഷ്ണന്മാരെ 2 പേരും പോയ സമയത്താണ് ഈ ദ്വാരകയിലെ ശതധന്വാവ്, കൃതകർമാവ്, അക്രൂരര് എന്ന് പറഞ്ഞ് 3 പേര് കൂടിയിരുന്നിട്ട് ഒരു ചർച്ചയുണ്ടായി. ആ ചർച്ച ഉണ്ടായപ്പോൾ അതിലുണ്ടായത് എന്താ ചോദിച്ചാൽ 3 പേരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പം ശതധന്വാവിനോട് കൃതവർമാവും അക്രൂരരും കൂടി പറഞ്ഞു, ശതധന്വാവേ, നമ്മുടെ കയ്യിലെ ഈ സത്രാജിത്തിന്റെ മകള് സത്യഭാമയെ നമ്മൾക്ക് തരാം എന്നല്ലേ പറഞ്ഞിരുന്നത്, എന്നിട്ടിപ്പോ നമുക്ക് തരാതെ ശ്രീകൃഷ്ണ ഭഗവാന് കൊടുത്തില്ലേ, ഏതായാലും സത്യഭാമയോ പോയി ആ രത്നെങ്കിലും കൈക്കലാക്കാറുന്നു, എന്നെയൊക്കെ എന്തിനു കൊള്ളും എന്ന് ചോദിച്ചു. അപ്പൊ ഇത് കേട്ടപ്പോൾ ഈ സത്യഭാമയുടെ വർത്തമാനം രത്നത്തിന്റെ കാര്യം കേട്ടപ്പം ഈ ശതധന്വാവിന് ലേശം ഉശിര് പുറപ്പെട്ടു. അദ്ദേഹം നേരെ ചെന്ന് രാത്രി ചെന്ന് സത്രാജിത്തിന് തലക്കടിച്ചു കൊന്ന് രത്നം കൈക്കലാക്കി. ഈ രത്നം കൈക്കലാക്കി പോന്ന് പുറപ്പെട്ട സമയത്താണ് ഈ വർത്തമാനം സത്യഭാമ ഭഗവാനെ അറിയിച്ചു. ഭഗവാൻ ഈ വാർത്ത കേട്ടിട്ട് തൻ്റെ ജ്യേഷ്ഠനോട് കൂടിയിട്ട് തേരിൽ കയറി സത്രാജിത്തിന്റെ കൊലപാതകിയായിട്ടുള്ള ശതധന്വാവിനെ പിടിക്കാനായിട്ട് പുറപ്പെട്ടു. അപ്പൊ തൻ്റെ നേരെ ഭഗവാൻ തന്നെ കൊല്ലാൻ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ശതധന്വാവ് രത്നം കൊണ്ടുപോയിട്ട് കൃതവർമാവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, അങ്ങയുടെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ശ്രീകൃഷ്ണ ഭഗവാനോട് കളിക്കാൻ ഞാനില്ല, രത്നം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അക്രൂരുടെ കയ്യിൽ കൊടുത്തു, അങ്ങയുടെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അക്രൂര് പറഞ്ഞു, നാഹം ഈശ്വരയോ കുര്യാമ ഹേളനം രാമകൃഷ്ണയോഹോ, ഈശ്വര പുരുഷന്മാരായ രാമകൃഷ്ണന്മാരോട് എതിർത്ത് പുറപ്പെടാൻ ഞാനും തയ്യാറല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ 2 പേരും ഉപേക്ഷിച്ച സമയത്ത് ശതധന്വാവ് ഈ രത്നം കയ്യിലാവും ചെയ്തു. ഇനിയിപ്പോൾ തൻ്റെ നേരെ ഇപ്പോൾ ഭഗവാൻ വരണമുണ്ട്, തനിക്ക് ആപത്തായി എന്ന് മനസ്സിലാക്കിയിട്ട് ഈ രത്നം അക്രൂരന്റെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് എന്താച്ചാ ചെയ്തോളൂ എന്നും പറഞ്ഞ് അവിടുന്ന് ശതധന്വാവ് അതിവേഗതയുള്ളൊരു കുതിരയുടെ പുറത്ത് കയറിയിട്ട് രക്ഷപ്പെട്ട് ഓടി. അങ്ങനെ രക്ഷപ്പെട്ട് ഓടി പോകുന്ന സമയത്ത് ശതധന്വാവ് ഓടി കുതിരപ്പുറത്ത് ഓടി പോകുമ്പോഴാണ് ഭഗവാൻ തേരിൽ കയറിയിട്ട് പിമ്പിൽ പുറപ്പെട്ടു. അങ്ങനെ മിഥില രാജധാനിയുടെ സമീപത്ത് വെച്ചിട്ട് ഈ ശതധന്വാവിൻ്റെ കുതിര വീണ് ചത്തുപോയി. ഭഗവാൻ തേരിന്നിറങ്ങി ശതധന്വാവിൻ്റെ പിന്നാക്കം ഓടിച്ചെന്ന് ശതധന്വാവിനെ തൻ്റെ ചക്രായുധം കൊണ്ട് വധിച്ചു. ശതധന്വാവിനെ വധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ രത്നം ഉണ്ടോ എന്ന് പരിശോധിച്ചു. രത്നം ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവിടുന്ന് തിരിച്ചു പോരും ചെയ്തു. അപ്പോഴാണ് ഈ ബലഭദ്രസ്വാമി പറഞ്ഞു, ഏതായാലും ഇത്രത്തോളം വന്നതല്ലേ, ഞാൻ ഈ മിഥില രാജാവിനെ ജനകനെ ഒന്ന് കണ്ട് കുറച്ച് ദിവസം താമസിച്ചിട്ട് വരാം, അദ്ദേഹം എൻ്റെ ഒരു വലിയ സുഹൃത്താണ് എന്നും പറഞ്ഞു. അങ്ങനെ ബലഭദ്രസ്വാമി ഈ ദ്വാരകയിൽ നിന്ന് പുറപ്പെട്ട് വന്ന് മിഥില രാജധാനിയിൽ കുറച്ചു കാലം താമസിച്ചു. അങ്ങനെ ഈ ബലഭദ്രര് മിഥിലയിൽ വന്ന് താമസിക്കുന്ന കാലത്താണ് ദുര്യോധനൻ മിഥിലാപുരിയിൽ വന്നിരുന്ന് ബലഭദ്രസ്വാമിയുടെ കൂടെ ആ ദ്വന്ദ്വയുദ്ധം അല്ലെങ്കിൽ ഗദായുദ്ധം അഭ്യസിച്ചത് എന്ന് പറയും. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ വന്നിരിക്കുന്ന കാലത്ത് അങ്ങനെ അക്രൂരാണെങ്കിൽ ഈ രത്നം തൻ്റെ മുമ്പിൽ ഉപേക്ഷിച്ച് പോയില്ലേ ശതധന്വാവ്, അത് കാരണം പേടിച്ചിട്ട്
അക്രൂരര് നാട് വിട്ടുപോയി രത്നമായിട്ട്. അങ്ങനെ പ്രപഞ്ചത്തിൽ ഇപ്പോൾ ഒരുട്ടൊക്കെ ആയി നടക്കണം. ദ്വാരകാപുരിയിൽ ഇങ്ങനെ ഒരുട്ടൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് ഈ അക്രൂരര് നാട് വിട്ടുപോയി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പം ദ്വാരകയിൽ അക്കാലത്ത് മഴ പെയ്യാതെ വന്നു. മഴ പെയ്യാതെ വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു അക്രൂരര് നാട് വിട്ടു പോയതുകൊണ്ടാണ് മഴ പെയ്യാത്തതെന്നും പറഞ്ഞു. അതെന്താ അങ്ങനെ പറയാൻ കാരണം ചോദിച്ചാൽ, പണ്ട് കാശി രാജ്യത്ത് മഴ പെയ്യാതെ വന്ന സമയത്ത് ശുഭൽക്കൻ എന്നു പേരായ മഹർഷിയെ കൊണ്ടുവന്നിരുത്തി പൂജ കഴിച്ച് നമസ്കരിച്ചപ്പോഴാണ് കാശിയിൽ മഴ പെയ്തത്. അപ്പം അങ്ങനെ കണക്കാക്കി നോക്കിയപ്പം ഈ ശുഭൽക്കൻ എന്ന് പറഞ്ഞ മഹാത്മാവിന്റെ പുത്രനാണ് അക്രൂര്. ഈ ഒരു കാരണം വെച്ചിട്ടാണ് അക്രൂര് നാട് വിട്ടതുകൊണ്ടാണ് മഴ പെയ്യാത്തത് എന്ന് ലോകര് പറഞ്ഞ് പരത്തിയത്. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു വെച്ചാൽ ആളെ വിട്ട്, ലോകം മുഴുവൻ ആളെ വിട്ടിട്ട് അക്രൂരെ വരുത്തിച്ചു. അക്രൂരുടെ ഈ രത്നം കൊണ്ടുവന്നു ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ചു. ഭഗവാനോട് പറഞ്ഞു അങ്ങേക്ക് ഇരിക്കട്ടെ എന്നും പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു രത്നം എനിക്ക് വേണ്ട, അങ്ങ് ഈ രത്നം ഈ സഭയിലൊന്ന് കാണിച്ചാൽ മതി. എന്താ ചോദിച്ചാൽ ആളുകളുടെ ഇടയ്ക്ക് പലർക്കും ഇപ്പോഴും വിശ്വാസം ഞാൻ ഇത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങത് ഒന്ന് ഈ സഭയിൽ കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അക്രൂര് ആ രത്നം സഭയിൽ കാണിച്ച് ഭഗവാന് സമർപ്പിച്ചു. എങ്കിലും ഭഗവാൻ ആ രത്നം വാങ്ങിയില്ല, അക്രൂർക്ക് തിരിച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെ ഈ രത്നം അക്രൂര് തിരിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, അക്രൂര് അത് കൊണ്ടുപോവുകയും ചെയ്തു എന്നാ പറഞ്ഞത്. ഇനി ഈ സെമന്തകം കഥ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ആരാണോ ഈ സെമന്തകോപാഖ്യാനം വിളിച്ചാവുമ്പം ശ്രദ്ധയോടുകൂടി കേൾക്കണത് അവർക്ക് ദുഷ്കീർത്തിയും ദുരിതമപോഹ്യ യാതി ശാന്തി. അവർക്ക് ചീത്തപ്പേരും ഉണ്ടാവില്ല, നാണക്കേടും ഉണ്ടാവില്ല, മാനക്കേടും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതായത് ഈ രത്നം ഭഗവാന്റെ മുമ്പിൽ രത്നമായിട്ട് വന്ന സമയത്ത് ഭഗവാൻ ഈ രത്നം ഇവിടെ വെച്ചോളൂ, അങ്ങനെ കൊണ്ട് നടന്ന ആപത്തുണ്ടാവണ്ട എന്ന് ഉപദേശിച്ചതാണ്. പക്ഷെ അത് കേൾക്കാൻ മാത്രമുള്ള ബുദ്ധി ഈ ഇദ്ദേഹത്തിന് സത്രാജിത്തിന് ഉണ്ടായില്ല. അത് കാരണം എന്തൊക്കെ നാശം ഉണ്ടായത്? സത്രാജിത്ത് മരിച്ചു, സത്രാജിത്തിന്റെ അനിയൻ മരിക്കേണ്ടതായിട്ട് വന്നു, ശതധന്വാവ് മരിച്ചു. പിന്നെ ഇപ്പം എന്തൊക്കെ തരത്തിൽ നാശം ഉണ്ടായത് അറിയാച്ചാല്, ഈ അക്രൂരിയൊക്കെ നമ്മൾ ഇന്നലെ ഭക്തോത്തമനായിട്ട് ശ്രേഷ്ഠന്മാരിൽ ശ്രേഷ്ഠനായ ഭക്തനായിട്ടൊക്കെ കണ്ടതാണ്. ഇന്നിപ്പം അക്രൂരര് ഈ രത്നം കാരണം, അതായത് കനകം മൂലം കാമിനി മൂലം എന്ന് പറഞ്ഞ മാതിരി സത്യഭാമ ഒന്ന്, രണ്ടാമത് ഈ രത്നം, ഈ രണ്ട് വിഷയങ്ങൾ കാരണം അക്രൂരര് പോലും അദ്ദേഹത്തിന്റെ ആ വലിയൊരു മഹിമയുടെ ഭക്തിയുടെ പാതയെന്ന് വ്യതിചലിച്ച് വളരെ ഒരു താഴ്ന്ന നിലയിലേക്ക് പുറപ്പെട്ടവനായിട്ട് തീർന്നു. അതായത് വലിയ ഭക്തനായിട്ടും വലിയ സിദ്ധാന്തിയായിട്ടും വലിയ യോഗ്യനായിട്ടും യോഗീശ്വരനായിട്ടും ഇരിക്കണവനാണെങ്കിൽ പോലും ഇത്തരം വിഷയങ്ങൾ പലപ്പോഴും മനുഷ്യനെ ലോകത്തില് നശിപ്പിക്കും എന്ന് കാണിക്കലും കൂടിയാണ് ഈ സത്രാജിത്തിന്റെ രത്നത്തിന്റെ കഥ. അപ്പൊ ചോദിച്ചു പിന്നീടുണ്ടായ വിവാഹം എങ്ങനെയാണ്? അക്കാലത്ത് ഭഗവാൻ ഈ പാണ്ഡവന്മാർ അരക്കില്ലത്തിൽ നശിച്ചു എന്നിങ്ങനെ വിചാരിച്ചിരിക്കുന്ന കാലത്ത് പാണ്ഡവന്മാര് മരിച്ചിട്ടില്ല എന്ന് കേട്ടിട്ട് ആ പാണ്ഡവന്മാരെ കാണാനായിട്ട് അങ്ങനെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചെന്നു. ഇന്ദ്രപ്രസ്ഥത്തിൽ വന്ന ഭഗവാൻ അർജുനന്റെ കൂടെ കാളിന്തി നദിയുടെ കരയിൽ കൂടി ഉല്ലാസവാനായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കാളിന്തിയുടെ കരയിൽ കൂടെ ഒരു യുവതി, ഒരു സുന്ദരി കയ്യിലൊരു വരണമാല്യായിട്ട് ഇങ്ങനെ പോണത് കണ്ടു. അപ്പം ഭഗവാൻ അർജുനനോട് പറഞ്ഞു, അർജുന ഒന്ന് പോയിട്ട് ചോദിക്കൂ അതാരാണ്, എങ്ങടാണ് പോണത്, എന്താണെന്നൊന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അർജുനൻ ചെന്ന് ചോദിച്ചു ആരാണ്, എവിടേക്കാണ്, എന്താണെന്നൊക്കെ. അപ്പൊ അത് കേട്ടപ്പോൾ അതിന് മറുപടി ആയിട്ട് ഈ സുന്ദരി പറഞ്ഞു, ഞാൻ സൂര്യന്റെ മകള് കാളിന്തി എന്ന് പറയും, കാളിന്തി എന്നാണ് എൻ്റെ പേര്. സൂര്യന്റെ മകളാണ്, യമദേവന്റെ അനിയത്തി കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ ഭർത്താവായിട്ട് സ്വീകരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാണ്, ഭഗവാനെ അന്വേഷിച്ചിട്ട് എന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അർജുനൻ ഈ കാളിന്തി കൊണ്ടുവന്ന് ഭഗവാന്റെ മുമ്പിൽ എത്തിച്ചു. ഭഗവാനെ കണ്ട മാത്രയ്ക്ക് ഈ കാളിന്തി ചെന്ന് നമസ്കരിച്ച് ആ മാല ഭഗവാന്റെ കഴുത്തിൽ ചാർത്തി ഭഗവാനെ വരിച്ചു. അങ്ങനെയാണ് കാളിന്തി പരിണയം ഉണ്ടായത് എന്ന് പറയും. കാളിന്തി വിവാഹം ചെയ്തിരിക്കുന്ന കാലത്താണ് അക്കാലത്ത് വിന്ദനുവിന്ദന്മാര്, വിന്ദൻ അനുവിന്ദൻ എന്ന പേരായിട്ട് രണ്ട് സഹോദരന്മാരുണ്ടായി. അവര് രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്ന കാലത്ത് അവർക്ക് മിത്രവിന്ദ എന്ന പേരായിട്ടൊരു അനിയത്തി കുട്ടി ഉണ്ടായിരുന്നു. ഈ മിത്രവിന്ദ ഭഗവാനെ കണക്കാക്കി ഭഗവാനെ ഭജിച്ച് ഭഗവാനെ ഭർത്താവായിട്ട് മനസ്സാവരിച്ച് കഴിയുന്ന കാലത്ത് ഈ മിത്രവിന്ദെ സഹോദരന്മാര് രണ്ടുപേരും കൂടി ചേർന്നിട്ട് ദുര്യോധനന് വിവാഹം ചെയ്തു കൊടുക്കാനായിട്ട് വെച്ചതാണ്. മിത്രവിന്ദയ്ക്കാണെങ്കിൽ ഭഗവാനോടാണ് പ്രേമം. അങ്ങനെ ഇരിക്കെ രുക്മിണീദേവി ചെയ്ത മാതിരി ഭഗവാനെ വിവരം അറിയിച്ച് ഭഗവാൻ വന്ന് സകല രാജാക്കന്മാരെയും യുദ്ധത്തിൽ തോൽപ്പിച്ച് മിത്രവിന്ദയെ കൊണ്ടുപോയി വിവാഹം ചെയ്തു. അങ്ങനെയാണ് മിത്രവിന്ദ പരിണയം ഉണ്ടായത്. പിന്നീട് അയോധ്യ രാജധാനിയിലെ നഗ്നജിത്ത് എന്ന പേരായിട്ടൊരു രാജാവ് ഉണ്ടായി.
ഈ നഗ്നജിത്ത് മഹാരാജാവിന് ഒരു മകളുണ്ടായി. ആ മകളുടെ പേരാണ് സത്യ എന്ന് പറയും. ഈ സത്യ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ 7 കാളകളെ പിടിച്ച് ബന്ധിച്ച് വീരശൂര പരാക്രമം കാണിച്ച് ലോകരുടെ മുമ്പിൽ പരാക്രമിയാണെന്ന് തെളിയിച്ചിട്ടാണ് ഭഗവാൻ വിവാഹം ചെയ്തതെന്ന് പറയും. പിന്നീട് ഭദ്ര എന്ന പേരായിട്ടൊരു കുട്ടി ഉണ്ടായി. ആ കുട്ടി പിന്നെ ഈ വംശത്തിലുണ്ടായ കുട്ടി തന്നെയാണ്. ആ പെൺകുട്ടിയെ സാധാരണ സമ്പ്രദായത്തിൽ വിവാഹം ചെയ്തു എന്ന് പറയും. പിന്നീട് 8ാമത്തെ വിവാഹം ഉണ്ടായത് ലക്ഷ്മണ എന്ന പേരായ ഒരു പെൺകുട്ടിയെ അസ്ത്രപരീക്ഷ ജയിച്ചിട്ട് വിവാഹം ചെയ്തു എന്ന് പറഞ്ഞു. ഇങ്ങനെ 8 വിവാഹങ്ങൾ ഓരോന്നായിട്ട് എടുത്തു പറഞ്ഞു. പിന്നീട് ചോദിച്ചു, 8 നല്ലല്ലോ കേട്ടത്, അല്ലാതെയും കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു കൊടുത്തു, അക്കാലത്ത് വേറൊരു വർത്തമാനം ഉണ്ടായി. അതായത് ഇന്ദ്രന്റെ അമ്മ അതിഥി മാതാവ്, ഈ അതിഥി മാതാവിന്റെ കമ്മലുകളും കാതിലിരിക്കുന്ന കമ്മലുകൾ 2ഉം അതുപോലെ വരുണന്റെ കൊടയും ഇന്ദ്രന്റെ മേരുപർവ്വതത്തിലെ കൊട്ടാരത്തിന്റെ ആധിപത്യവും നരകാസുരൻ എന്നു പേരായ ഒരു ദുഷ്ടൻ മോഷ്ടിച്ചു. അപ്പൊ നരകാസുരൻ തന്റെ അമ്മയുടെ കമ്മലും കൊടയും മറ്റും മോഷ്ടിച്ചു എന്ന് കേട്ടിട്ട് വലിയ വിഷമത്തിലായി ഇന്ദ്രനാണെങ്കിൽ നരകാസുരനോട് എതിർക്കാനുള്ള ശക്തിയും ഇല്ല. ഇന്ദ്രൻ വന്ന് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുമ്പിൽ വന്ന് നമസ്കരിച്ചിട്ട് തന്റെ വിഷമങ്ങൾ അറിയിച്ചു. ഇന്ദ്രന്റെ വിഷമം മനസ്സിലാക്കിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ സത്യഭാമയോട് കൂടിയിട്ട് ഗരുഡാരൂഢനായി ചെന്ന് ഇന്ദ്രന്റെ പ്രാർത്ഥനയ്ക്കനുസരിച്ച് നരകാസുരനെ യുദ്ധത്തിൽ വധിച്ചു. നരകാസുരനെ വധിച്ച സമയത്താണ് നരകാസുരന്റെ കാരാഗ്രഹത്തില് 16,000 ചില്ലാനം കന്യകമാര് അങ്ങനെ കിടക്കണുണ്ട്. ഈ നരകാസുരന്റെ ഒരു പ്രത്യേകത എന്താണെന്നാണെങ്കിൽ ഏത് നാട് ആക്രമിച്ച് കീഴടക്കിയാലും ആ നാട്ടിലെ പെൺകുട്ടികളെ പിടിച്ചു കൊണ്ടുവന്ന് കാരാഗ്രഹത്തിലിട്ട് പൂട്ടും. അങ്ങനെ 16,000 കന്യകമാര് ആ നരക യാതന അനുഭവിച്ചുകൊണ്ട് ആ കാരാഗ്രഹത്തിൽ താമസിക്കുന്നുണ്ട്. അവരെയൊക്കെ ഭഗവാൻ എന്താ ചെയ്തു വെച്ചാൽ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തേക്ക് തുറന്നു വിട്ടയച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് കൊട്ടാരത്തിലേക്ക് പോവാനും കുളിക്കാനും പല്ലക്കിലേറി പോവാനും ഉണ്ണാനും ഒക്കെ വേണ്ടതായ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, മടങ്ങി പോയിക്കോളൂ എന്നും പറഞ്ഞു. ഈ കന്യകമാര് 16,000 പേരും ഭഗവാനെ തൊഴുതിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇനി മടങ്ങി പോണില്ല. എന്താ കാരണം? ഞങ്ങൾ മടങ്ങി ഞങ്ങളുടെ കൊട്ടാരത്തേക്ക് ചെന്നാലും ഞങ്ങളുടെ ആളുകൾ ഇനി സ്വീകരിക്കില്ല. എന്താ കാരണം വെച്ചാൽ നരകാസുരൻ പിടിച്ചു കൊണ്ടുപോയ സ്ത്രീകളല്ലേ എന്ന് കണക്കാക്കിയിട്ട് ആരും ഇനി ഞങ്ങളെ സ്വീകരിക്കില്ല. അച്ഛനമ്മമാരും സ്വീകരിക്കില്ല, സഹോദരന്മാരും സ്വീകരിക്കില്ല. ഞങ്ങൾക്ക് ഇനി ഭർത്താക്കന്മാരുണ്ടാവുക എന്നുള്ളതും ഞങ്ങൾക്കില്ല. എന്താ കാരണം? നരകാസുരന്റെ കയ്യിൽ പെട്ടുപോയവര് എന്നുള്ളൊരു പാപം എല്ലാവരും ഞങ്ങൾക്ക് കണക്കാക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഒരു ജീവിതമില്ല. ഭഗവാനെ ഉള്ളത് ഇനിയിപ്പോൾ അങ്ങേ ഭജിച്ച് തീർക്കുക, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങേ ഞങ്ങൾ ആശ്രയിക്കുകയാണ്, വേറൊരു ആശ്രയവും ഇല്ല. ഈ സ്ത്രീകളൊക്കെ, അതായത് 16,000 കന്യകമാർക്ക് 2 വഴിയേ ഉള്ളൂ. രണ്ടല്ല, ഒന്നുകിൽ വേണമെങ്കിൽ ജീവിതം അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ തെരുവിലേക്ക് ഇറങ്ങി ജീവിക്കാം, അല്ലെങ്കിൽ ഭഗവാനെ ഭജിച്ച് കഴിയാം. അപ്പൊ അതിൽ ഈ വെങ്കടാങ്ങൾ തീരുമാനിച്ചത് ഭഗവാനെ ഭജിച്ച് അങ്ങനെ ജീവിതം പൂർത്തിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഭഗവാന്റെ തൃപ്പാദം തൊഴുതു. ഭഗവാൻ ഈ കന്യകമാരെ 16,000 പേരെയും തന്റെ ഭാര്യമാരായിട്ട് സ്വീകരിച്ചു. അങ്ങനെ തെരുവ് ജീവിതം നയിക്കേണ്ടവരോ ആത്മഹത്യ ചെയ്യേണ്ടവരോ അങ്ങനെ സമൂഹത്തില് നിന്ദ്യകളായിട്ട് ബഹിഷ്കൃതകളാവേണ്ടവരായ ആ കന്യകമാര് ഭഗവാന്റെ പത്നിമാരാവുക കാരണത്താൽ ലോകത്തില് ബഹുമാന്യകളായിട്ട് തീർന്നു. അങ്ങനെ ആ സ്ത്രീകൾക്ക് ഭഗവാൻ ഒരു ബഹുമാന്യത സമൂഹത്തിൽ നൽകി തൻ്റെ പത്നിമാരായിട്ട് തൻ്റെ കൊട്ടാരത്തിലേക്ക് സ്വീകരിച്ചു എന്ന് പറയും. ഇങ്ങനെയാണ് ഭഗവാന്റെ 16,008 വിവാഹം ഉണ്ടായതെന്ന് പറയും. അങ്ങനെ ഈ ഇന്ദ്രന്റെ കൊടയും വരുണന്റെ കൊടയും ഇന്ദ്രന്റെ അമ്മയുടെ കമ്മലും ഇതെല്ലാം നരകാസുരന്റെ അമ്മ ഭൂമിദേവി കൊണ്ടുവന്ന് ഭഗവാന്റെ കാൽക്കൽ വെച്ച് നമസ്കരിച്ചു. ഭഗവാൻ ഈ പദാർത്ഥങ്ങളൊക്കെ കൊണ്ടുവന്നു. ഇന്ദ്രന്റെയാണ്, തൻ്റേതല്ല. അന്യന്റെ വസ്തു അധികം കയ്യിൽ സൂക്ഷിക്കരുതെന്ന് കണക്കാക്കിയിട്ട് ഭഗവാൻ ഈ കമ്മലും കൊടയൊക്കെ കൊണ്ടുപോയിട്ട് ഇന്ദ്രന് കൊണ്ടുപോയി കൊടുത്ത് തിരിച്ചു വരുമ്പോഴാണ് പാരിജാത പൂക്കളെ കണ്ട് പാരിജാത പൂവിന്റെ സുഗന്ധത്തിൽ ആകൃഷ്ടയായ സത്യഭാമ മോഹം പറഞ്ഞ സമയത്ത് പാരിജാതത്തിന്റെ മോഹത്തിന് പാരിജാതം എടുക്കാൻ പുറപ്പെട്ടപ്പോഴാണ് ഇന്ദ്രൻ വന്ന് ഭഗവാനെ കുറെ നിന്ദിച്ചു. ഇന്ദ്രൻ ഇങ്ങനെ നിന്ദിച്ച സമയത്ത് ഭഗവാൻ ആ പാരിജാത മരം വേരോടെ പിഴുതെടുത്ത് കൊണ്ടുവന്ന് ദ്വാരകാപുരിയിൽ നട്ടു എന്ന് പറയും. അങ്ങനെ പാരിജാതം ഹരണം കഥയും പറഞ്ഞു കൊടുത്തു. ഇതാണ് ഭഗവാന്റെ ആ ഒരു വിവാഹ സമ്പ്രദായവും പാരിജാത ഹരണ കഥയും. അക്കാലത്ത് എന്താണ്ടായി വെച്ചാൽ രുക്മിണീ ദേവി എപ്പോഴും ഭഗവാനെ എങ്ങനെ സേവിച്ചിരിക്കണമുള്ളതായതുകൊണ്ട് രുക്മിണീ ദേവിക്ക് ഒരു ചിന്തയുണ്ട്, താനാണല്ലോ എപ്പോഴും ഭഗവാന്റെ കൂടെ താനാണല്ലോ എന്നൊരു ചിന്ത.
അപ്പൊ ആ ഒരു ചിന്ത അത്രയ്ക്ക് ഒരു കേമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു ദിവസം രുക്മിണിയുടെ കൂടെ ഇരിക്കുമ്പോൾ രുക്മിണിയോട് പറഞ്ഞു, രുക്മിണിയെ, നിനക്കിപ്പോൾ തോന്നുന്നുണ്ടാവും നിന്നെ വിവാഹം ചെയ്യാൻ എത്രയെത്ര യോഗ്യന്മാര് വന്നതാണ്. പലതരത്തിലുള്ള വീരന്മാരും ശൂരന്മാരും പരാക്രമികളും ആയ മഹാത്മാക്കള്, വലിയ യോഗ്യന്മാരായ യോദ്ധാക്കള്, ക്ഷത്രിയ വീരന്മാരായ രാജാക്കന്മാരൊക്കെ നിന്നെ വിവാഹം കഴിക്കാൻ വന്നു. പക്ഷെ അവരെയൊന്നും വിവാഹം കഴിക്കാതെ നീ ഇപ്പൊ എന്നെയാണ് വിവാഹം ചെയ്തത്. അതിപ്പം നിനക്കിപ്പോൾ തന്നെ വിഡ്ഢിത്താന്ന് തോന്നിയിട്ടുണ്ടാവും. എന്താന്ന് ചോദിച്ചാൽ എത്ര യോഗ്യന്മാര്, അവരൊക്കെ ശിശുപാലനും ഈ പറയണതായ ജരാസന്ധനൊക്കെ എത്ര യോഗ്യതയുള്ളവരാണ്, എന്നെ പോലെയൊന്നും അല്ലല്ലോ. എന്നിട്ട് നീ അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് എന്നെ വിവാഹം കഴിച്ചില്ലേ, ഇപ്പോൾ വിഡ്ഢിത്തായിട്ടുണ്ടെന്ന് നിനക്ക് തോന്നണുണ്ടാവും. അതുകൊണ്ട് ഞാൻ എന്നോട് പറയുകയാണ്, എന്നെ സംബന്ധിച്ചിട്ട് നോക്കൂ, ഇപ്പം പറയാച്ചാൽ ഒരു ഗുണഗണങ്ങളും ഇല്ല. ഗുണഗണങ്ങൾ എന്ന് പറയാച്ചാൽ ഒന്നും തന്നെ എനിക്ക് ഗുണമായിട്ട് പറയാനില്ല. ശിശുപാലനും ജരാസന്ധനൊക്കെ എന്തെല്ലാം ഗുണഗണങ്ങളായിരിക്കുന്നത്. പിന്നെ ഇപ്പം എന്തെന്നാണെങ്കിൽ ഗുണഗണങ്ങളൊന്നും ഇല്ലെങ്കിലും രാജാവാണ്, അതുകൊണ്ടാണ് വിവാഹം കഴിച്ചത് എന്ന് അതും പറയാൻ വയ്യ. എന്താ കാരണം, ഞാൻ ഒരു നാട്ടിലും രാജാവല്ല. ശ്രീകൃഷ്ണ മഹാരാജാവ് എന്ന് പറഞ്ഞൊരു പേര് കേട്ടിട്ടില്ല. അപ്പം ഞാൻ രാജാവല്ല. ഇപ്പൊ രാജാവല്ലെങ്കിലും ധനികരായിട്ട്, സമ്പന്നരായിട്ട്, യോഗ്യന്മാരായിട്ട്, അധികാരം പദവിയും ഉള്ളവരായിട്ടൊക്കെ ഉള്ളവര്, യോഗ്യന്മാരായിട്ടുള്ള കൂട്ടുകാരുണ്ട് വെച്ചാൽ തരക്കടില്ല. എൻ്റെ കൂട്ടുകാര് ഈ ഒന്നുമില്ലാത്തവരായ ആളുകളാണ് എൻ്റെ കൂട്ടുകാര്. അവർക്കൊന്നുമില്ല, നിസ്വന്മാരായ, കയ്യിലൊന്നുമില്ലാത്തവരായ ദരിദ്രന്മാരാണ് എൻ്റെ കൂട്ടുകാര് എന്നും പറഞ്ഞു. ഇതിനെ മാത്രമല്ല, ഈ കൂട്ടുകാരൊക്കെ എങ്ങനെ ആയിക്കോട്ടെ, നല്ലൊരു വീരനാണ്, ശൂരനാണ്, പരാക്രമിയാണ്, അതുകൊണ്ടാണ് വിവാഹം കഴിച്ചത് എന്ന് പറയാൻ അതിനും നിവൃത്തിയില്ല. എന്താ വെച്ചാല് ശത്രുക്കളെ പേടിച്ച സമുദ്രത്തിന്റെ നടുക്ക് കോട്ട കെട്ടിയിട്ട് അതിന്റെ നടുക്ക് വന്ന് താമസിക്കുന്ന എന്നെ എങ്ങനെയാ വീരനായിട്ട് കണക്കാക്കുക, അതും പറയാൻ വയ്യ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പം ഏത് വഴി നോക്കിയാലും എൻ്റെ കഥ കഷ്ടമാണ്. മാത്രല്ല അതിനേക്കാളും ശ്രേഷ്ഠന്മാരാണ് ഈ ശിശുപാലനും ജരാസന്ധനും തുടങ്ങിയിട്ടുള്ള യോഗ്യന്മാര്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, രുക്മിണി ദേവിയെ താമസമായിട്ടൊന്നുമില്ല, എന്ത് ചെയ്തോളൂ, പൊയ്ക്കോളൂ, എവിടേക്ക് വേഗം പൊയ്ക്കോളൂ, അധികം താമസിച്ചിട്ടില്ല, എവിടേക്ക് ആരെയാ വേണ്ടു വെച്ചാൽ വിവാഹം ചെയ്തോളൂ എന്നും പറഞ്ഞു. രുക്മിണി ദേവി വർത്തമാനം ഭഗവാന്റെ ഈ ഭാഷ കേട്ടപ്പോൾ രുക്മിണി ദേവിക്ക് വലിയ വിഷമായി. രുക്മിണി എന്ത് ചെയ്തു, ആ വർത്തമാനം കേട്ടപ്പോഴേക്ക് തന്നെ മോഹാലസ്യപ്പെട്ട് വീഴാൻ പുറപ്പെട്ടു. മോഹാലസ്യപ്പെട്ട് വീഴാൻ പുറപ്പെട്ടതായ രുക്മിണി ദേവിയെ ഭഗവാൻ ചാരിയിരുത്തി മുഖത്ത് തലച്ചു. അപ്പോഴാണ് രുക്മിണി ദേവി തൊഴുതിട്ട് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, അങ്ങ് പറഞ്ഞ വർത്തമാനങ്ങളൊക്കെ ഒരു കണക്കിന് നോക്കുമ്പോൾ ശരി തന്നെയാണ്. എന്താ കാരണം, അങ്ങേക്ക് ഗുണഗണങ്ങളൊന്നുമില്ല. ഗുണഗണങ്ങളെന്ന് പറഞ്ഞാൽ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്ന് പറഞ്ഞ 3 ഗുണങ്ങളാണ് ലോകത്തിലെല്ലാവരെയും ബന്ധിപ്പിക്കുന്നത്. അങ്ങയെ സംബന്ധിച്ച് പറയുമ്പം ആ 3 ഗുണങ്ങളും അങ്ങേക്കില്ല. അങ്ങ് ത്രിഗുണങ്ങൾക്ക് അതീതനായ സച്ചിദാനന്ദ സ്വരൂപനാണ്, അതെനിക്ക് ബോധ്യമുണ്ട്. പിന്നെ അങ്ങ് പറഞ്ഞു അങ്ങ് രാജാവല്ല എന്നൊക്കെ പറഞ്ഞു. അതും ശരി തന്നെയാണ്. അങ്ങക്ക് രാജ്യം എന്ന് പറഞ്ഞതൊന്നുമില്ല. എന്താ കാരണം, ഈ രാജ്യം, പ്രപഞ്ചം തന്നെ അങ്ങയുടെ സ്വരൂപമാണ്. പ്രപഞ്ചം തന്നെ അങ്ങയുടെ സ്വരൂപമാണെങ്കിൽ പിന്നെ എൻ്റേത് എന്ന് പറയാൻ അങ്ങല്ലാത്തൊന്ന് വേറെ വേണമല്ലോ. എൻ്റെ പുസ്തകം, എൻ്റെ വള, എൻ്റെ മാല എന്നൊക്കെ പറയുമ്പോൾ മാലയും വളയൊന്നും ഞാനല്ലല്ലോ. അപ്പം പ്രപഞ്ചം തന്നെ ഭഗവാനായിരിക്കെ ഭഗവാനല്ലാത്തതൊന്നും പ്രപഞ്ചത്തിൽ ഇല്ല എന്നിരിക്കെ പിന്നെ എങ്ങനെയാ അങ്ങേക്ക് രാജ്യം ഉണ്ടാവുക? രാജ്യം അങ്ങനെയാണ് എന്ന് പറഞ്ഞു തൊഴുതു. പിന്നെ ഇപ്പം അങ്ങ് 3ാമത് പറഞ്ഞു, എനിക്ക് ധനമില്ല, ധനികന്മാര് സുഹൃത്തുക്കളും ഇല്ല എന്ന് പറഞ്ഞു. അതും വളരെ ശരിയാണ്. എന്താ കാരണം, വേദവ്യാസാദികളായ, നാരദാദികളായ, വസിഷ്ഠ വിശ്വാമിത്രാദികളായ യോഗീശ്വരന്മാരായ മഹർഷിമാരാണ് അങ്ങയുടെ സുഹൃത്തുക്കള്. ഈ മഹർഷിമാർക്കൊക്കെ എവിടെയാണ് സമ്പത്തുള്ളത്? അവർക്കൊന്നും ധനമല്ല സമ്പത്ത്, അവർക്കൊക്കെ തപസ്സാണ് സമ്പത്ത്. അങ്ങനെയുള്ള യോഗ്യന്മാരാണ് അങ്ങയെ സേവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങ് മഹിമയുടെ സ്ഥാനത്താണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞത്. അതും ശരി. പിന്നെ ശത്രുക്കളെ പേടിച്ച് സമുദ്രത്തിന്റെ നടുക്ക് കോട്ട കെട്ടി താമസിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അതും വളരെ ശരിയാണ്. എന്താ കാരണം, കാമക്രോധ ലോഭമോഹാദികളായ ശത്രുക്കള് ഹൃദയത്തിലുണ്ടല്ലോ. ആ ശത്രുക്കളെ പേടിച്ചിട്ടാണ്, ശരീരത്തിലിരിക്കുന്ന ഈ ശത്രുക്കളെ പേടിച്ചിട്ടാണ് അങ്ങ് ഹൃദയത്തിൽ വന്ന് കോട്ട കെട്ടിയിട്ട് താമസിക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പം ചിദാനന്ദ സ്വരൂപനായ അങ്ങയുടെ മഹിമയോളം ഈ ലോകത്തിലെ ആർക്കും ഇല്ല എന്ന് കണക്കാക്കണം. പിന്നെ ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ചിൽസ്വരൂപനായ, ആനന്ദസ്വരൂപനായ, ബ്രഹ്മാനന്ദ സ്വരൂപനായ, ആത്മസ്വരൂപനായ ഭഗവാനെ അങ്ങനെയാണ് ഞാൻ ഭജിക്കുന്നത്. സാധാരണക്കാര് മലമൂത്രപാത്രമായ ദേഹത്തെ സ്വീകരിക്കണോ, ഞാൻ ചിദാനന്ദ സ്വരൂപനായ ഭഗവാനെയും സ്വീകരിക്കണോ എന്ന് പറഞ്ഞ് ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ചു. അത് കേട്ടപ്പോഴാണ് ഭഗവാൻ പറഞ്ഞു, നന്നായി രുക്മിണി ദേവി, നീ പറഞ്ഞതൊക്കെ വളരെ അസലായിട്ടുണ്ട്, എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞ് രുക്മിണി ദേവിയെ അനുഗ്രഹിച്ചു.
അങ്ങനെ ആ കഥ പറഞ്ഞിരിക്കുന്ന സമയത്താണ് പറഞ്ഞു കൊടുത്തു. ഭഗവാന്റെ കഥകൾ പറയുമ്പം ഭഗവാൻ ഒരു പുത്രനുണ്ടായി. ആ പുത്രന്റെ പേരാണ് പ്രദ്യുമ്നൻ. നമ്മൾ കണ്ടു. ഈ പ്രദ്യുമ്നൻ വിവാഹം ചെയ്തത് രുക്മി, അതായത് രുക്മിണിയുടെ സഹോദരൻ രുക്മി ഉണ്ട്. ഈ രുക്മിയുടെ മകളെയാണ് നമ്മുടെ പ്രദ്യുമ്നൻ വിവാഹം ചെയ്തതെന്ന് പറയും. എന്തേ കാരണം ചോദിച്ചാൽ, ഭഗവാനെ ഇഷ്ടമല്ലെങ്കിലും ഭഗവാനോട് വിദ്വേഷവും പകയും വിരോധവും ഉണ്ടെങ്കിലും രുക്മിക്ക് തൻ്റെ സഹോദരി രുക്മിണിയോട് വലിയ ഇഷ്ടമൊക്കെ ഉണ്ട്. കാരണം എന്താ ചോദിച്ചാൽ, പണ്ട് ഭഗവാൻ കൊല്ലാൻ പുറപ്പെട്ട സമയത്ത് കൊല്ലരുതേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കൽക്കല് വീണ് ആയുസ് വാങ്ങി തന്നത് രുക്മിണിയാണ്. അപ്പം അതുകൊണ്ട് രുക്മിണിയോടുള്ള സ്നേഹം കണക്കാക്കിയിട്ടാണ് തൻ്റെ മകളെ ഈ സഹോദരിയുടെ മകന് വിവാഹം ചെയ്തു കൊടുത്തത്. പ്രദ്യുമ്നൻ വിവാഹം ചെയ്ത് രുക്മിണിയുടെ മകളെയാണ്. അതിലൊരു പുത്രനുണ്ടായി. ആ പുത്രന്റെ പേരാണ് അനിരുദ്ധൻ എന്ന് പറയും. ഈ അനിരുദ്ധൻ വിവാഹം ചെയ്തത് രുക്മിണിയുടെ മകന്റെ മകളെയാണെന്നും പറയും. അത് ആ ബന്ധം ഉറപ്പിക്കാനായിട്ട് ചെയ്ത പണിയാണ്. ഈ രുക്മിണിയുടെ മകന്റെ മകളെ വിവാഹം കഴിക്കാനായിട്ട് അനിരുദ്ധൻ ഭോജകട രാജധാനിയിൽ വന്ന സമയത്ത്, ഈ ഭോജകട രാജധാനിയിൽ അന്ന് ശ്രീകൃഷ്ണ ഭഗവാനും ബലഭദ്രസ്വാമിയും വിവാഹത്തിനോടനുബന്ധിച്ച് വന്നേർന്നു. ഈ രാമകൃഷ്ണന്മാർ രണ്ടുപേരും വന്ന സമയത്ത് രുക്മിക്ക് പണ്ടേ ഇവരോട് രണ്ടുപേരോടും പകയുണ്ട്. ആ പക എങ്ങനെയാ തീർക്കുക എന്ന് ആലോചിച്ചിരിക്കുകയാണ്. യുദ്ധത്തിൽ തീർക്കുക എന്തായാലും നിവൃത്തിയില്ല. യുദ്ധത്തിൽ എന്തായാലും ശ്രീകൃഷ്ണനോട് ജയിക്കില്ല എന്ന് രുക്മിക്ക് അറിയാം. അപ്പോൾ പിന്നെ എന്താ നിവൃത്തി ചോദിച്ചപ്പോൾ ചൂതുകളിയിൽ തോൽപ്പിക്കാം. ചൂതുകളിയിൽ തോൽപ്പിച്ചാലും യുദ്ധത്തിൽ തോൽപ്പിച്ചാലും പണ്ട് ഒരേ ഫലമാണ്. അപ്പോൾ അതുകൊണ്ട് ചൂത് കളിക്കാനായിട്ട് വിളിച്ചു ഭഗവാനെ. അപ്പം ഭഗവാൻ ബലഭദ്രസ്വാമി പറഞ്ഞു, ചൂതുകളിക്ക് ഞാൻ വരാം എന്ന് പറഞ്ഞു. ബലഭദ്രരാണ് ചൂത് കളിക്കാൻ പുറപ്പെട്ടത് രുക്മിയുടെ കൂടെ. രുക്മിയും ബലഭദ്രരും കൂടി ചൂത് കളിച്ചു. ആദ്യം 10 നിഷ്ഠ പണയം വെച്ച് കളിച്ചു. അതിൽ രുക്മി ജയിച്ചു, രാമൻ തോറ്റു. 100 വെച്ച് കളിച്ചു, രുക്മി ജയിച്ചു, രാമൻ തോറ്റു. 1000 വെച്ച് കളിച്ചു, രുക്മി ജയിച്ചു, രാമൻ തോറ്റു. 10,000 വെച്ച് കളിച്ചു, രുക്മി ജയിച്ചു, രാമൻ തോറ്റു. അപ്പോൾ രുക്മിക്ക് മനസ്സിലായി ഇനി എങ്ങനെ കളിച്ചാലും താനേ ജയിക്കുള്ളൂ എന്ന്. അപ്പോൾ രുക്മി വിചാരിച്ചു, എന്നാൽ ഇനി ഒരൊറ്റ കളിയോട് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് രുക്മി പറഞ്ഞു, ഒരു 10,000 കോടി പണയം വെച്ച് കളിക്കുക. അങ്ങനെ 10,000 കോടി പണയം വെച്ച് കളിച്ച സമയത്ത് ആ കളിയിൽ രുക്മി തോറ്റു, രാമൻ ജയിച്ചു. അങ്ങനെ പണ്ടായത്. അപ്പോൾ രുക്മി പറഞ്ഞു, ഞാനാണ് ജയിച്ചത് എന്നും പറഞ്ഞു. അപ്പം ഇത് കേട്ടപ്പം ഭദ്രസ്വാമിക്ക് ദേഷ്യം വന്നു. പക്ഷേ അദ്ദേഹം മിണ്ടിയില്ല. കളിയിൽ മധ്യസ്ഥം പറയാൻ നിൽക്കണമെന്ന് പറഞ്ഞു. ജയിച്ചത് രുക്മിയല്ല ജയിച്ചത്, രാമനാണ് ജയിച്ചത് എന്ന് പറഞ്ഞു. പക്ഷേ മധ്യസ്ഥനായ കളിയുടെ നിർണയം ചെയ്യണ അദ്ദേഹത്തിൻ്റെ വാക്ക് രുക്മി കേട്ടില്ല. അപ്പോഴാണ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, എല്ലാവരും കൂടിയിരിക്കുന്ന സമയത്ത് ആ സഭയിൽ ഒരു അശരീരവാക്ക് കേട്ടു. അശരീരവാക്ക് എന്താ ചോദിച്ചാൽ, രുക്മി തോൽക്കുകയാണ് ഉണ്ടായത്, ജയിച്ചത് രാമനാണ് എന്ന് ഈശ്വരവാക്ക് കേട്ടു. ഈശ്വരവാക്ക് കേട്ടപ്പം ഇനിയിപ്പോൾ അതിൽ മറുപടി ഒന്നുമില്ല, സത്യവാക്കാണല്ലോ വന്ന്, ഭഗവാന്റെ വാക്കല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് ഈ രുക്മി ഇങ്ങനെ തോറ്റ രുക്മി ജയിച്ചു എന്ന് പറഞ്ഞ് തന്നെ പരിഹസിച്ചപ്പം ബലഭദ്രസ്വാമി തൻ്റെ ഒലയ്ക്ക എടുത്ത്, ഇരുമ്പൊലയ്ക്ക, ആ ഇരുമ്പൊലയ്ക്ക എടുത്തിട്ട് ഈ രുക്മിയുടെ തലയ്ക്ക് ഒന്ന് കൊടുത്തു. രുക്മി മരിച്ചു. പണ്ട് രുക്മിണി സ്വയംവരം ഉണ്ടായ കാലത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ രുക്മിയെ കൊല്ലാൻ പുറപ്പെട്ടപ്പം കൊല്ലരുതുണ്ണി എന്ന് പറഞ്ഞ് തടസ്സം ചെയ്ത ആളാണ് ആര്? ബലഭദ്രര്. ഇപ്പൊ ആ ബലഭദ്രന്റെ കൈ കൊണ്ട് ആര് മരിച്ചു? രുക്മി മരിച്ചു. അങ്ങനെയാണ് രുക്മി വധ ഉണ്ടായി അനിരുദ്ധന്റെ വിവാഹം ഉണ്ടായത് എന്നും പറഞ്ഞു. അപ്പം അനിരുദ്ധൻ്റെ വിവാഹത്തിൻ്റെ കഥ ഇങ്ങനെ കേട്ടപ്പോഴാണ് പരീക്ഷത്ത് ചോദിച്ചു, അനിരുദ്ധൻ ഇങ്ങനെ വിവാഹം ചെയ്തു എന്നല്ലല്ലോ കേട്ടത്, അനിരുദ്ധൻ വിവാഹം ചെയ്തത് ഈ ഉഷ എന്ന് പറഞ്ഞ പെൺകുട്ടി വിവാഹം ചെയ്തു എന്നാണല്ലോ കേട്ടത്, അതെങ്ങനെയാണ് ചോദിച്ചു. പറഞ്ഞു, പണ്ട് ബാണന് ഒരു പുത്രി ഉണ്ടായിരുന്നു. ബലിപുത്രൻ ബാണന് ഉഷ എന്ന പേരായിട്ടൊരു പെൺകുട്ടി ഉണ്ടായി. ഈ ബാണനാണെങ്കിൽ ഭഗവാൻ ശ്രീപരമേശ്വരനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് 1000 കയ്യും 10,000 ആനയുടെ ശക്തിയും വാങ്ങി. മാത്രമല്ല ഈ ബാണനോട് ഉള്ള ആ ഒരു വാത്സല്യം കാരണം ഭഗവാൻ ബാണന്റെ ഗോപുരം കാവൽക്കാരനായിട്ട് ശോണിതപുര രാജധാനിയിൽ വന്ന് അങ്ങനെ രക്ഷകനായിട്ട് വാണു. അങ്ങനെ ഭഗവാൻ രക്ഷകനായിട്ട് വാണിരിക്കണ കാലത്ത് തനിക്കാണെങ്കിൽ കണക്കില്ലാതെ ശക്തിയും 1000 കയ്യും ഉണ്ടാവുകൊണ്ട് അതിൻ്റെ ഒരു അഹന്ത കാരണം തനിക്ക് സമനായിട്ടൊരാൾ യുദ്ധത്തിന് ലോകത്തില്ല എന്ന് ഈ ബലിപുത്രനായ ബാണന് മനസ്സിലായി. ബാണനാണെങ്കിൽ ദിവസവും ഇങ്ങനെ കാത്തിരിക്കുക, ആരെങ്കിലും ഉണ്ടാവുമോ, ആരും വന്നില്ല. തനിക്ക് സമനായിട്ട് യുദ്ധത്തിൽ തന്നോട് യുദ്ധം ചെയ്യാൻ പ്രാപ്തനായ ഒരുത്തൻ ഭൂമിയിലില്ല എന്ന് കണ്ടിട്ട് ഒരു ദിവസം ഈ ബാണൻ തൻ്റെ ഗോപുരത്തിലിരിക്കുന്ന ഭഗവാൻ ശ്രീപരമേശ്വരൻ്റെ അടുത്ത് ചെന്നിട്ട് യുദ്ധത്തിന് വിളിച്ചു, അങ്ങൻ്റെ കൂടെ യുദ്ധത്തിന് വരുമെന്ന്. അപ്പം ഭഗവാന് മനസ്സിലായി താൻ കൊടുത്ത ശക്തി തട്ട നേരെ തിരിച്ച് അഹന്ത കാണിക്കണ ഈ ദുഷ്ടൻ ഒരു പാഠം പഠിപ്പിക്കണം. പറയും ചെയ്തു, ഹേ ബാണ, എന്നാണോ നിന്റെ കൊടിമരം മുറിഞ്ഞു വീഴണത് അന്ന് നിനക്ക് സമനായിട്ടൊരാള്
നിന്റെ കൂടെ യുദ്ധം ചെയ്യാൻ വരും എന്നും പറഞ്ഞു. അങ്ങനെ ഈ ബാണൻ കാത്തിരുന്നു. ആ കാലത്താണ് ഈ ബാണന്റെ മകൾ ഉഷ സ്വപ്നത്തിൽ അനിരുദ്ധകുമാരനെ ദർശിച്ചു. അനിരുദ്ധനെ കണ്ടപ്പം അനിരുദ്ധൻ, ഈ സുന്ദരനായ അനിരുദ്ധകുമാരനെ കാണാതെയും ഇല്ലേ, അദ്ദേഹത്തിൻ്റെ അടുത്തെത്താതെയും എനിക്കിനി ജീവിതമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോഴാണ് അന്ന് ഈ ഉഷ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഒരു തോഴിയുണ്ട്. ആ തോഴിയുടെ പേര് ചിത്രലേഖ എന്ന് പറയും. ചിത്രലേഖ എന്ന് പറഞ്ഞാൽ ഈ ബാണന്റെ മന്ത്രി കുംഭാണ്ഡകന്റെ മകളാണ് ചിത്രലേഖ. ഈ ചിത്രലേഖ രാത്രിക്ക് രാത്രി മന്ത്രപൂർവം ഈ അനിരുദ്ധനെ ആവാഹിച്ചു. അനിരുദ്ധൻ തൻ്റെ ശോണിതപുരം രാജധാനിയിൽ നിന്ന് ഈ ആവാഹിച്ചതിൻ്റെ ശക്തിക്ക് അനുസരിച്ചിട്ട് ഈ ദ്വാരകാപുരിയിൽ കടന്നുറങ്ങുന്നതായ കുമാരൻ അവിടുന്ന് നേരെ എത്തിയത് ശോണിതപുരത്തെ അന്തഃപുരത്തിൽ ഉഷയുടെ മുറിയിലെത്തി. ഉഷയുടെ മുറിയിലെത്തിയിട്ട് ഈ കുമാരൻ ഉഷയുടെ കൂടെ കഴിച്ചു കൂട്ടുന്ന കാലത്ത് ഈ വർത്തമാനം അന്തഃപുരത്തിൽ മാത്രമല്ല ലോകം മുഴുവനും അറിഞ്ഞു. കൊട്ടാരത്തിൽ രാജാവിൻ്റെ മകളുടെ കൂടെ ഒരു ചെറുപ്പക്കാരൻ താമസിക്കുന്നുണ്ടെന്ന്. ഇത് കേട്ടപ്പം രാജാവിനും സംശയമായി. രാജാവ് ഒരു ദിവസം നേരിട്ട് വന്ന് നോക്കിയപ്പം സംഗതി കണ്ടു, ഒരു ചെറുപ്പക്കാരനുണ്ട്. എല്ലാവരും കൂടി കൂടിയിട്ട് ഈ കുമാരനെ പിടിച്ചു കെട്ടാൻ പുറപ്പെട്ട സമയത്ത് വീരശൂര പരാക്രമിയായ ഈ കുമാരൻ അവരോട് എതിർത്ത് പുറപ്പെട്ടപ്പം ഇവർക്കാർക്കും ഈ കുമാരനെ പിടിച്ചു കെട്ടാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, എല്ലാവരും കൂടി പുറപ്പെട്ടിട്ടും പറ്റി. അങ്ങനെ 10-15 ലക്ഷം പട്ടാളക്കാർ ഒന്നിച്ചു വന്നിട്ടാണ് ഈ ചെറുപ്പക്കാരനെ പിടിച്ചു കെട്ടിയത്. അങ്ങനെ പിടിച്ചു കെട്ടിയ സമയത്ത് ഈ വർത്തമാനം ദ്വാരകാപുരിയിൽ അറിഞ്ഞ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാനും ബലഭദ്രസ്വാമിയും കൂടി ദ്വാരകയെന്ന ശോണിതപുരം രാജധാനിയിലേക്ക് പട്ടാളക്കാരോട് കൂടിയിട്ട് പുറപ്പെട്ടു. അങ്ങനെ പട്ടാളക്കാരോട് കൂടിയിട്ട് ശോണിതപുരം രാജധാനിയിലേക്ക് ഭഗവാൻ രാമനും കൃഷ്ണനും പ്രവേശിച്ചപ്പം ഈ ബാണന്റെ കൊടിമരം മുറിഞ്ഞു വീണു. ആ ബാണന് വലിയ സന്തോഷമായി. അങ്ങനെ ഗംഭീര യുദ്ധമാണ് ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായത്. ബാണന്റെ കൂടെ രാമകൃഷ്ണന്മാരും എതിരായിട്ട് നിന്ന് യുദ്ധം ചെയ്യണു. ബാണന്റെ കൂടെയാണെങ്കിൽ നിൽക്കുന്നത് പരമേശ്വര ഭഗവാനുണ്ട്. അപ്പൊ ബാണനും ഭഗവാൻ പരമേശ്വരനും ഒരു പക്ഷം, ശ്രീകൃഷ്ണ ഭഗവാനും ബലഭദ്രസ്വാമിയും മറുപക്ഷം. ഇനി രണ്ട് കൂട്ടരും കൂടി യുദ്ധം ചെയ്ത സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ബാണന്റെ കയ്യോള് 4 കൈ നിർത്തി ബാക്കിയുള്ള കൈകൾ മുഴുവൻ മുറിച്ചു കളഞ്ഞു. അപ്പോഴാണ് പരമേശ്വര ഭഗവാൻ വന്ന് തൊഴുതിട്ട് പറഞ്ഞു, ഭഗവാനെ ഇവനെ കൊല്ലരുത്, ഇവൻ എൻ്റെ ഭക്തനാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അങ്ങയുടെ ഭക്തനെ ഞാൻ കൊല്ലില്ല. എന്താ കാരണം? അങ്ങയുടെ ഭക്തൻ എൻ്റെയും കൂടി ഭക്തനാണ് എന്ന് പറഞ്ഞ്. പിന്നെ എന്താ വെച്ചാൽ കയ്യ് അങ്ങ് കുറെ കൊടുത്തില്ലേ, ആ കയ്യൊക്കെ പരംഭാരായ അവനൊരു ഭാരമായിട്ടാണ് വന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഭാരം തീർക്കുക മാത്രമേ ഞാൻ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞ് 1000 കയ്യിൽ 996 മുറിച്ചു 4 നിർത്തി. അങ്ങനെ ബാണൻ 4 കയ്യോട് കൂടിയവനായിട്ട് തീർന്നു. ബാണന് വലിയ സന്തോഷമായി. ഭഗവാൻ തന്നെ കൊന്നില്ലല്ലോ എന്നാലോചിച്ച് സന്തോഷം കൊണ്ട് ഭഗവാനെ നമസ്കരിച്ച് തൻ്റെ ആ പുത്രി ഉഷ എന്ന് പറഞ്ഞ കുമാരിയെ അനിരുദ്ധന് വിവാഹം ചെയ്തു കൊടുത്തു എന്ന് പറയും. ഇങ്ങനെയാണ് ഉഷയെ വിവാഹം ചെയ്തത്. ആ ഉഷാപരിണയത്തിൻ്റെ കഥ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ചോദിച്ചു, പിന്നീട് ദ്വാരകയിൽ എന്താ ഉണ്ടായത്? അക്കാലത്ത് ദ്വാരകയിലത്തെ ഉണ്ണികളെല്ലാവരും കൂടി ദ്വാരകാപുരിയുടെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ കളിയുടെ ഇടയ്ക്ക് ദാഹം തോന്നിയപ്പം അവരപ്പുറത്തുള്ള കിണറ്റിലേക്ക് വെള്ളം ഉണ്ടോ നോക്കാനായിട്ട് ചെന്നപ്പോൾ വെള്ളം ഉണ്ടോ നോക്കി കോരി കുടിക്കാനായിട്ട് പുറപ്പെട്ട് ചെന്നപ്പം ഈ കിണറിൻ്റെ ഉള്ളിൽ ഒരു ഓന്തിനെ കണ്ടു. വലിയൊരു ഓന്ത്, മുതലയുടെ ജാതിയിലൊരു ഓന്ത്. ഓന്തിനെ പിടിച്ചു വലിച്ച് പുറത്തിടാൻ നോക്കിയിട്ടൊന്നും അവർക്ക് സാധിച്ചില്ല. അപ്പൊ എന്താ ഈ ഓന്തിനെ പിടിച്ചിട്ട് കിട്ടായ എന്താവോ കാരണം എന്നാലോചിച്ച് അവരിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഭഗവാനെ വിളിച്ചു. ഭഗവാൻ വന്നിട്ട് ഈ ഓന്തിനെ പിടിച്ചു വലിച്ച് പുറത്തേക്കിട്ട സമയത്ത് ഭഗവാൻ ഈ ഓന്തിനെ തൊട്ടപ്പളയ്ക്ക് തന്നെ ഓന്തിന്റെ രൂപം മാറിയിട്ട് ഓന്ത് സുന്ദരമായ ഒരു രൂപം ധരിച്ചു. അപ്പൊ ഭഗവാൻ ചോദിച്ചു, ആരാണ് എന്താ അങ്ങയുടെ സ്വരൂപം എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നൃഗോ നാമ നരേന്ദ്രോഹം ഇക്ഷ്വാകുതനയ പ്രഭോ ദാനിഷു ആഖ്യായമാനേഷു യതിതേ കർണമസ്പൃശം ചോദിച്ചു. അതായത് ഞാൻ നൃഗൻ എന്നു പേരായ രാജാവാണ്, ഇക്ഷ്വാകു മഹാരാജാവിൻ്റെ മകനാണ് എന്നും പറഞ്ഞു. എന്നിട്ട് പറയുകയും ചെയ്തു, എന്താ വെച്ചാൽ ഞാൻ വലിയ ദാനശീലനായിരുന്നു, വലിയ ദാനശീലൻ. അങ്ങനെ വലിയ ദാനശീലനായവരുടെ കൂട്ടത്തിൽ എൻ്റെ പേരങ്ങ് കേട്ടിട്ടുണ്ടാവും, കേൾക്കേണ്ടതാണ്, അത്രയ്ക്ക് വലിയ ദാനശീലനായിരുന്നു എന്നും പറഞ്ഞു. അപ്പം ഭഗവാൻ ചോദിച്ചു, ഇത്ര വലിയ ദാനശീലനായിട്ട് ഓന്താവുകയുണ്ടായി ഒടുക്കം? വലിയ വലിയ ദാനശീലന്മാർ വലിയ വലിയ നിലയിലെത്തല്ലേ വേണ്ടത്? അപ്പം അദ്ദേഹം പറഞ്ഞു, അതെന്താ വെച്ചാൽ എനിക്ക് ചെറിയ പെശക് പറ്റി. ഇവൻ എന്ത് പെശക്? ഇദ്ദേഹം കുറേ പശുക്കളെ ദാനം ചെയ്യാനായിട്ട് കൊണ്ടുവന്ന് ഇരുത്തി വെച്ചു. ആ പശുക്കളെല്ലാം ദാനം ചെയ്തു. ആ ദാനം കൊടുത്ത പശുക്കളിൽ ഒരു പശു തിരിച്ച് ഈ തൊഴുത്തിൽ തന്നെ വന്ന് താമസാക്കി. മേയാൻ വിട്ടപ്പോളേ രാമന് ദാനം കൊടുത്ത പശു രാജാവിൻ്റെ കൊട്ടാരത്തിൽ വന്ന് താമസാക്കിയപ്പോൾ രാജാവിനത് മനസ്സിലായില്ല. അങ്ങനെ രണ്ടാമത് ദാനം കൊടുക്കാനായിട്ട് രാജാവ് പുറപ്പെട്ട സമയത്ത് ആ രണ്ടാമത്തെ ദാനത്തിൻ്റെ കൂടെ ആദ്യം ദാനം കൊടുത്ത് തൻ്റെ കൊട്ടാരത്തിൽ വന്നുകൂടിയ പശുവിന് വീണ്ടും ദാനം കൊടുത്തു. അപ്പം രണ്ടാമത് ദാനം കൊണ്ടുപോകണയാൾ അതിനെയും കൊണ്ട് പോകുമ്പം
ഒന്നാമത് ആദ്യം ദാനം വാങ്ങിയ ബ്രാഹ്മണൻ ഇതിനെ കണ്ടു. അദ്ദേഹം പറഞ്ഞു ഇത് എൻ്റേതാണെന്ന് പറഞ്ഞു. രണ്ടാമൻ പറഞ്ഞു ഇത് എൻ്റേതാണെന്നും പറഞ്ഞു. രണ്ടുപേരും തമ്മിൽ ചെറിയ തർക്കമുണ്ടായി. ആദ്യത്തെ ആള് പറഞ്ഞു ഇതിന് എനിക്ക് നൃഗൻ തന്നതാണ് എന്നും പറഞ്ഞു. രണ്ടാമത്തെ ആൾ പറഞ്ഞു എനിക്കും നൃഗനാണ് തന്നത് പറഞ്ഞു. എന്നാൽ നമുക്കൊന്ന് പോയി രാജാവിൻ്റെ അടുത്ത് പോയി തീരുമാനിക്കുക എന്നും പറഞ്ഞ് രണ്ടു കൂട്ടരും കൂടി നൃഗ മഹാരാജാവിൻ്റെ മുമ്പിൽ വന്ന് കാര്യം പറഞ്ഞു. അപ്പോഴാണ് മഹാരാജാവിന് മനസ്സിലായത് താൻ ചെയ്തതിൽ ഒരു വിഡ്ഢിത്തം പറ്റിയത്. രാജാവ് രണ്ടുപേരെയും അടുത്തിരുത്തി സൽക്കരിച്ചിട്ട് ചോദിച്ചു, ഹേ ബ്രാഹ്മണരെ, നിങ്ങൾക്ക് ഞാൻ 10,000 പശുവിനെ കൊമ്പുമ്മലും കുളമ്പുമ്മലും സ്വർണം കെട്ടിയിട്ട് തരാം, ഇതിനെ മറ്റേ ആൾക്ക് കൊടുക്കുമോ എന്ന് ആദ്യത്തെ ആളോട് ചോദിച്ചു. അദ്ദേഹം സമ്മതിച്ചില്ല. രണ്ടാമത്തവനോടും പറഞ്ഞു കൊമ്പുമ്മലും കുളമ്പുമ്മലും സ്വർണം കെട്ടി 10,000 തരാം. രണ്ടാമത്തവനും സമ്മതിച്ചില്ല. ഇന്ന് രണ്ടുപേരും കടുംപിടുത്തായിട്ടിരിക്കുന്ന സമയത്ത് രാജാവ് എന്താ വേണ്ടത് നിശ്ചയില്ലാണ്ടിരിക്കുമ്പോഴാണ് ഈ വന്ന ബ്രാഹ്മണർ രണ്ടുപേരും ഈ ദാനം കിട്ടിയ പശുവിനെ അവിടെ ഉപേക്ഷിച്ച് രാജാവിൻ്റെ അടുത്ത് നിന്ന് മുഷിഞ്ഞ് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇതൊരു ബ്രാഹ്മണ ശാപം പോലെയായിട്ട് തീർന്നു രാജാവിന്. അങ്ങനെ പിന്നെയും കുറെ കാലം രാജാവ് അങ്ങനെ ദാനകർമ്മങ്ങളൊക്കെ ചെയ്ത് രാജ്യം ഭരിച്ചിരിക്കുമ്പോൾ രാജാവ് മരിച്ചു. മരിച്ച രാജാവ് യമധർമ്മന്റെ കൊട്ടാരത്തിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ കുറ്റകൃത്യങ്ങളെ കുറിച്ചൊക്കെ നിരൂപണം വന്നപ്പോഴാണ് മനസ്സിലായത് രാജാവിന് പാപങ്ങളൊന്നുമില്ല, പക്ഷെ ചെറിയൊരു പാപമുണ്ട്. എന്താ പാപം? ഈ ദാനം കൊടുത്തപ്പോണ്ടായി വിഷമം. രാജാവിനോട് ചോദിച്ചു, രാജാവേ അങ്ങക്ക് ആദ്യം വേണ്ടത് എന്താണ്? അല്ലേ, ആദ്യം സൽക്കർമ്മത്തിന്റെ ഫലം വേണോ ദുഷ്കർമ്മത്തിന്റെ ഫലം വേണോ എന്ന് ചോദിച്ചു. അപ്പൊ രാജാവ് പറഞ്ഞു ദുഷ്കർമ്മത്തിന്റെ ഫലം ആയിക്കോട്ടെ ആദ്യം എന്ന് പറഞ്ഞു. അപ്പൊ അതങ്ങോട്ട് പറയലും രാജാവ് ഭൂമിയിലേക്ക് ഓന്തായിട്ട് വിഴലും കഴിഞ്ഞു. ഇതാണ് ഓന്താവാണ്ടായ കാരണം. ഇപ്പം അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് നന്മയുണ്ടായി എന്നും പറഞ്ഞു. എന്നിട്ട് ഇത്രയും പറഞ്ഞ് അദ്ദേഹം ഭഗവാനെ നമസ്കരിച്ചിട്ട് നമസ്തേ സർവഭാവായ ബ്രഹ്മണേ അനന്തശക്തയെ കൃഷ്ണായ വാസുദേവായ യോഗാനാം പതയേ നമഃ എന്ന് പറഞ്ഞ് തൊഴുത് ആ നൃഗമഹാരാജാവ് അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു. അപ്പോഴാണ് ഭഗവാൻ എന്തേ ചെയ്തു വെച്ചാൽ തൻ്റെ ദ്വാരകാപുരിയിലിരിക്കുന്ന കുട്ടികളുണ്ടല്ലോ, ദ്വാരകാപുരിവാസികളായ കുട്ടികൾ, അവർ കേൾക്കല്ലേ ഇപ്പോൾ ഇതൊക്കെ നടക്കുന്നത്. അപ്പം അവർക്ക് കുറച്ച് വിവരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് രാജന്യാൻ അനുശിക്ഷയൻ അവരൊന്ന് പഠിപ്പിക്കാം നല്ല സമ്പ്രദായങ്ങളെന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ പറഞ്ഞു, ഹേ ഉണ്ണിയോളെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ കാരണം? നാഹം ഹലാഹലം മന്യേ വിഷം യസ്യ പ്രതിക്രിയ ബ്രഹ്മസ്വം ഹി വിഷം പ്രോക്തം നാസ്യ പ്രതിവിധിർഭുവി. കുട്ടികളെ കാളകൂട വേഷമൊന്നുമല്ല വേഷം. വേഷം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസ്വാണ് വേഷം. അതുകൊണ്ട് കാളകൂട വേഷത്തിന്റെ പ്രത്യേകത എന്താണ്? ബ്രഹ്മസ്വം ഹി വിഷം. നമ്മളിപ്പോൾ ഏത് വിഷം കഴിച്ചാലും അതിന് മറുമരുന്ന് കഴിച്ചാൽ എന്താവും? ആ വിഷം നിർവീര്യവും. പക്ഷേ ബ്രഹ്മസ്വം കഴിച്ചാൽ അത് അതിന് നിർവീര്യമാക്കാൻ ശക്തിയുള്ളതായൊരു മരുന്ന് ലോകത്തിലില്ല. പിന്നെ എന്താ വെച്ചാൽ വിഷം കഴിച്ചാൽ കഴിച്ചവനേ കൊല്ലുള്ളൂ. ബ്രഹ്മസ്വം കഴിച്ചാൽ അതോടെ കുലം സമൂലം ദഹതി, ആ കുടുംബം വേരോടെ നശിക്കും. എന്താ ഈ ബ്രഹ്മസ്വം എന്ന് പറഞ്ഞാൽ? ബ്രഹ്മസ്വം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്റെ സ്വത്ത്. ബ്രാഹ്മണന്റെ സ്വത്ത് കൈക്കലാക്കി ഉപയോഗിക്കുന്നവർക്കൊക്കെ ഉണ്ടാവുന്ന ഗതിയാണ് ഈ പറഞ്ഞത്. എന്താ ഈ ബ്രാഹ്മണന്റെ സ്വത്ത് എന്ന് പറഞ്ഞത്? ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ബ്രാഹ്മണൻ എന്ന പേര് പറഞ്ഞാൽ ബ്രാഹ്മണന്റെ സമ്പ്രദായങ്ങൾ പറയുമ്പോൾ ശാസ്ത്രത്തിൽ പറയും അധ്യയനം, അധ്യാപനം, യജനം, യാചനം, ദാനം, പ്രതിഗ്രഹം എന്ന് പറഞ്ഞ 6 കർത്തവ്യങ്ങൾ വളരെ ശ്രേഷ്ഠമായ രീതിയിൽ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന ആളെയാണ് എന്ത് പറയുക? ബ്രാഹ്മണൻ. അധ്യയനം പഠിക്കുക, അധ്യാപനം ശാസ്ത്രാർത്ഥങ്ങൾ പഠിപ്പിക്കുക, യജനം യാചനം ഈശ്വരവിചാരം സ്വയം ഉണ്ടാവുക, മറ്റൊരാൾക്ക് ഈശ്വരവിചാരം ഉണ്ടാക്കിക്കാനുള്ള കഴിവ് ഉണ്ടാവുക, പിന്നെ ദാനം ഇല്ലാത്തവരെ കണ്ടാൽ ഉള്ളത് കൊടുക്കാൻ തോന്നുക, പ്രതിഗ്രഹം വല്ലവരും വല്ലതും തന്നാൽ അത് വാങ്ങി ആ തന്നയാളെ അവനവന് വേണ്ടതാണെങ്കിൽ വാങ്ങി തന്നയാളെ അനുഗ്രഹിക്കാനുള്ളതായ പ്രാപ്തി ഉണ്ടാവുക. ഇങ്ങനെയൊക്കെയുള്ളതായ സമ്പ്രദായങ്ങളോട് കൂടിയിട്ട് ഈ 6 കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ശുദ്ധമായ ഭാവത്തിൽ ലോകത്തിന് നന്മ ഉണ്ടാവണം എന്ന് കണക്കാക്കി സഞ്ചരിക്കണ മഹാത്മാവിന്റെ പേരാണ് എന്ത്? ബ്രാഹ്മണൻ. അങ്ങനെയുള്ളവർ ശ്രേഷ്ഠന്മാരായിരിക്കും. അപ്പം അത്തരക്കാരുടെ സ്വത്ത് മോഷ്ടിക്കാനും കൈക്കലാക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷെ അതിന് പുറപ്പെടരുത്. അങ്ങനെ ചെയ്താൽ എന്തുണ്ടാവും? അതോടെ ഈ ഗതി ഉണ്ടാവും. ബ്രഹ്മസ്വം ദേവസ്വം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു പ്രത്യേകതയുണ്ട്. അപ്പം അതുകൊണ്ട് മനസ്സിരുത്തിക്കോളൂ എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ ഈ ദാനത്തിൻ്റെയും അതുപോലെ ദാനഭംഗത്തിൻ്റെയും കഥ വളരെ വിപുലമായിട്ട് പറഞ്ഞു കൊടുത്തു. ഇത് കേട്ടപ്പോഴാണ് പറയുകയും ചെയ്തു. അക്കാലത്ത് വേറൊരു കഥയുണ്ടായി. എന്താണെന്നാണെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനും ബലഭദ്രസ്വാമിയും കുറച്ച് കാലമായിട്ട് വിചാരിക്കുകയാണ് എന്തിന് വൃന്ദാവനത്തേക്ക് ഒന്ന് പോകണം. കുറേ കാലം അതിലേ പോകുന്നിട്ട്. പക്ഷെ വൃന്ദാവനത്തേക്ക് പോവാൻ ഇത്ര ദിവസമായിട്ടും സാധിച്ചിട്ടില്ല. പണ്ട് അക്രൂരുടെ കൂടെ പോകുന്നതാ. പിന്നെ ഒന്ന് അവിടേക്ക് പോവാൻ മധുരയിലിരിക്കുമ്പോൾ പറ്റിയില്ല. മധുരയിൽ നിന്ന്
ദ്വാരകയ്ക്ക് വന്നില്ല, ദ്വാരകയൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ നമുക്കിന്ന് ഒരു ദിവസം പോയാലോ ചോദിച്ചു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു പോകുണ്ണി, അടുത്ത ഞായറാഴ്ച ആയാലോ ചോദിച്ചപ്പോൾ അടുത്ത ഞായറാഴ്ച എനിക്കൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ അതിൻ്റെ പിറ്റേത്തെ ഞായറാഴ്ച ആയില്ല, അപ്പോൾ അന്ന് എനിക്കും പരിപാടി ഉണ്ട്. ഇവർക്ക് രണ്ടാൾക്ക് എന്ന് ഏട്ടൻ അനിയന്മാർ നല്ല തിരക്കുള്ളവരായതുകൊണ്ട് എന്നും ഒരു കൂട്ടം രണ്ടാൾക്കും കൂടി യോജിച്ച് പോകാനായിട്ട് പറ്റണമില്ല. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, ഏട്ടനോട് പറഞ്ഞു, വലിയേട്ടനൊരു കാര്യം ചെയ്യും, വലിയേട്ടൻ അങ്ങോട്ട് പോയിക്കോളൂ, ഞാൻ എന്തായാലും ഇവിടുത്തെ തിരക്ക് കഴിഞ്ഞ് പിന്നാക്കം അടുത്ത വണ്ടിക്ക് വന്നോളാം. എന്താ വെച്ചാൽ ഒന്നിച്ച് പോകല് നടക്കില്ല. പിന്നെ നമ്മൾ ഒന്നിച്ച് പോവുക നടക്കില്ല വെച്ചിട്ട് പോവാണ്ടിരിക്കുന്നത് മോശമല്ലേ, തരാവുന്ന മാതിരി പോവുക. അങ്ങനെ ബലഭദ്രസ്വാമി നേരെ വൃന്ദാവനത്തേക്ക് പുറപ്പെട്ടു. വൃന്ദാവനത്തിൽ ചെന്ന അദ്ദേഹം അവിടെ കഴിച്ചുകൂട്ടി, കുറച്ചു കാലം അവിടെ കഴിച്ചുകൂട്ടി. അവിടെ കഴിച്ചു കൂടുന്ന കാലത്ത് ഒരിക്കൽ ഈ കാളിന്തി നദിയെ കുളിക്കാനായിട്ട് വിളിച്ചു. കാളിന്തി വന്നില്ല. കാളിന്തി വരാതെ വന്നപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ച് അദ്ദേഹം എന്താ ചെയ്തു, കലപ്പയുണ്ട്, കാളിന്തിയെ കുത്തി വലിച്ച് ചാല് കീറിയിട്ട് കൊണ്ടുവന്നു എന്ന് പറയും. അങ്ങനെ യമുനാകർഷണം എന്നൊരു വലിയ ലീലയും കൂടി പറഞ്ഞു കൊടുത്തു. എന്താ ഈ യമുനാകർഷണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നോക്കൂ, ഈ ബലഭദ്രസ്വാമിയുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്ന രണ്ട് ആയുധമാണ്. എന്ത്? ഒന്ന് ഒലക്കയും ഒന്ന് കലപ്പയും. കലപ്പ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ? കലപ്പ കണ്ടിട്ടില്ലേ? കലപ്പ പണ്ടൊക്കെ കലപ്പ ഉണ്ടായിരുന്നു, ഇപ്പം നമുക്ക് ട്രാക്ടർ ആയതുകൊണ്ട് ഒന്നും കാണില്ല. അപ്പോൾ ഈ കലപ്പ എങ്ങനെയാ വെച്ചാൽ ഇങ്ങനെ കുത്തി ഇങ്ങനെ ഈ കാളയുടെ പിന്നാക്കം ഈ നുഖത്തിൻ്റെ മുകളിൽ കെട്ടിയിട്ട് അവരിങ്ങനെ വലിക്കുമ്പോൾ ആ കൂർത്തം അങ്ങനെ വലിഞ്ഞു പോവുക ചെയ്താണ് കലപ്പ. കലപ്പയ്ക്ക് ഒരു തണ്ട് ഇങ്ങനെ ഉണ്ടാവും, പിന്നെ ഒരു വിലങ്ങനെ ഒരു സാധനവും ഉണ്ടാവും. അപ്പോൾ ഏതായാലും കലപ്പയും ഒലക്കയും ആണ് ആരുടെ ആയുധം? ഇദ്ദേഹത്തിൻ്റെ ആയുധം, ബലഭദ്രസ്വാമിയുടെ ആയുധം. ഇദ്ദേഹം എന്താ ചെയ്തത്? ഈ കലപ്പയുണ്ട് ആണ് കുത്തി കീറിയിട്ട് വെള്ളം കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു. അതായത് ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഈ രണ്ട് ആയുധങ്ങൾ, ഇപ്പോൾ നമ്മൾ ആയുധങ്ങൾ കയ്യിൽ കൊണ്ട് നടക്കുന്നത് എന്തിനാണ്? ഒരാൾ ആയുധങ്ങൾ കയ്യിൽ കൊണ്ട് നടക്കില്ല. എന്തിനാണ് നമ്മൾ ആയുധങ്ങൾ കയ്യിൽ കൊണ്ട് നടക്കുന്നത്? ഈ പൊറ്റയ്ക്കൊക്കെ വലിച്ചാകുമ്പോൾ അമ്പലത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മളൊരു മടലിൻ്റെ കഷ്ണം കയ്യിൽ വെക്കും. എന്തിനാ അത്? അമ്പലത്തിൽ തൊഴുമ്പോൾ മടലുണ്ട് കൂട്ടിയിട്ടാണ് തൊഴണത്. അമ്പലത്തിൽ തൊഴാൻ മടലിൻ്റെ കഷ്ണമൊന്നും ആവശ്യമില്ല. 4 മണിക്കോ 4 മണിക്കൊക്കെ നമ്മൾ ഇറങ്ങി ഇടവഴി കൂടി പോകുമ്പോൾ ആരും ഉണ്ടാവില്ല, വല്ല നായോളൊക്കെ ഓടി വരികയും ചെയ്യും. അത്യാവശ്യത്തിന് നായ കൂട്ടി തൊട്ട് ശുദ്ധം മാറും വേണ്ട, വടി കണ്ടാൽ നായ വരില്ല. അവന് നായയല്ല, ഏത് സമ്പ്രദായക്കാരൻ വന്നാലും കയ്യിലൊരു വടി നല്ലതാണ്. ഒന്നുമില്ല, വന്നോന് വടിയോട്ട് നമ്മളെങ്കിലും അതിനല്ല നമ്മൾ വല്ലവരും വന്ന് നമ്മളെ ആക്രമിക്കുമ്പോൾ അത് ഇല്ലാണ്ടാക്കാനാണ് നമ്മൾ. നായോ പൂച്ചയൊക്കെ വരുമ്പോൾ ഓടിച്ചാടി വന്ന് വല്ലതും ചാടി വന്ന് അപ്പോൾ അത് ആയുധം നമ്മൾ കയ്യിൽ വെക്കുന്നത് സുരക്ഷയ്ക്കാണ്. ഇല്ല, ശരിയല്ലേ? അവനവൻ്റെ സുരക്ഷയ്ക്കും കൂടെയുള്ളവരെ രക്ഷിക്കാനും അല്ലെ അധർമ്മത്തിനെതിരെ പൊരുതാനൊക്കെയാണ് ആയുധം. പട്ടാളക്കാരൻ ആയുധം പിടിച്ച് നിൽക്കുന്നത് ഉണ്ടല്ലോ. എന്തിനാ അവർ ആയുധം പിടിച്ച് നിൽക്കുന്നത്? പട്ടാളക്കാരൻ ലീവിൽ നാട്ടിൽ വരുമ്പോൾ ഇത് പിടിച്ച് നിൽക്കില്ലല്ലോ. അദ്ദേഹം അതിർത്തിയിൽ നിൽക്കുമ്പോൾ പിടിച്ച് നിൽക്കുന്നത് രാജ്യത്തിൻ്റെ, ധർമ്മത്തിൻ്റെ, ലോകത്തിൻ്റെ രക്ഷയ്ക്കാണ്. അപ്പം ഇവിടെ ഈ ആയുധം ആണ് കൊണ്ട് നടക്കുന്നത് വെച്ചാൽ കൈകാര്യം ചെയ്യാൻ സൗകര്യമുള്ള ആയുധമാണ് കൊണ്ട് നടക്കുന്നത്. ഈ കലപ്പയൊക്കെ കൂടെ കൊണ്ട് നടന്നാൽ പ്രയോഗിക്കൽ വലിയ പാടാണ്. കലപ്പയ്ക്ക് നമ്മൾ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു കൂർപ്പ്, പിന്നെ ഇങ്ങനെ ഒരു അതിൻ്റെ മുന്നൊരു വടി, അത് ഒരു ദിക്കിന്ന് തിരിച്ച് പിടിച്ച് മറ്റവനെ അടിക്കാനോ പുറപ്പെട്ടാൽ മറ്റേ തല വന്ന് നമ്മുടെ തലയിൽ വന്ന് അടിക്കുകയും ചെയ്യും. അപ്പോൾ അത് അടിക്കാനൊക്കെ കലപ്പയുണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. എന്നാലും ബലഭദ്രൻ്റെ കയ്യിലൊരു ആയുധം എന്താണ്? കലപ്പയാണ്. പിന്നെ മറ്റേത് ഒലക്ക കയ്യിൽ പിടിച്ചിട്ട് ഈ ഇരുമ്പൊലക്കൊക്കെ കൊണ്ട് നടക്കൽ വലിയ പാടാണ്. നമ്മൾ കൂടെ കൊണ്ട് നടക്കൽ പാടാണ്. പക്ഷെ ഇദ്ദേഹം കൊണ്ട് നടക്കുന്നത് ഈ ഒലക്കയും കലപ്പയാണ്. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? കലപ്പ നമ്മുടെ നാട്ടിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കൃഷി ചെയ്യാൻ. ശരിയല്ലേ? കൃഷി ചെയ്യുന്നവർക്കല്ലേ കലപ്പ വേണ്ടു. കലപ്പ കൊണ്ട് കൃഷി ചെയ്ത് നല്ലോണം കൃഷി ഉണ്ടായാലേ ഒലക്ക വേണ്ടു. ഒലക്ക എന്തിനാ? ഇത് പൂമുഖത്തോട്ടേക്കാനൊന്നും പറ്റില്ലല്ലോ. ഒലക്ക എന്തിനാണ് ഉപയോഗിക്കുന്നത്? നെല്ല് കുത്തിയെടുക്കാനും അരി പൊടിക്കാനും ഇതിനൊക്കെയല്ലേ ഒലക്ക പൊടിക്കാനും ഒക്കെയാണ് എടുക്കുന്നത്. അപ്പം ഒലക്കയും കലപ്പയും എന്തിൻ്റെ പ്രതീകമാണ്? പഴയ കാലത്ത് നമ്മുടെ നാട്ടിലെ കുടുംബങ്ങളിലൊക്കെ ഒലക്കയുണ്ടായിരുന്നു, കലപ്പയുണ്ടായിരുന്നു. ഇപ്പം രണ്ടും ഇല്ല. ഇപ്പം നമുക്ക് ആകെ ഇത് മാത്രമേ ഉള്ളൂ. ഉരുട്ടണ പരിപാടിയുള്ളൂ. പണ്ടൊക്കെ നല്ലോണം നമ്മൾ അധ്വാനിച്ചിട്ടാണ് നമ്മൾ കഴിച്ചേർന്നത്. ഇപ്പം അതില്ല. അപ്പോൾ ഈ ഒലക്കയും കലക്കയും കാർഷിക സമ്പ്രദായത്തിൻ്റെ ഒരു പ്രതീകമാണ്. ആ കാർഷിക സമ്പ്രദായത്തിൻ്റെ പ്രതീകമായ രണ്ട് സാധനമാണ് ആരെ കയ്യിൽ കൊണ്ട് നടക്കുന്നത്? ബലഭദ്രര്. അതിൻ്റെ അർത്ഥം എന്താ? ബലഭദ്രസ്വാമി കാർഷിക വൃത്തിയുടെ ഒരു പ്രതീകമായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. അദ്ദേഹമാണ് വൃന്ദാവനത്തിൽ വന്നിട്ട് യമുന നദി കുത്തിച്ചാലാക്കി കീറി കൊണ്ടുവന്നിട്ട് വെള്ളം എത്തിച്ചു എന്ന് പറഞ്ഞത്. എന്തിനാ ഈ ചാല് കീറി വെള്ളം കൊണ്ടുവരുന്നത്? നമ്മളിപ്പോൾ പുഴയിൽ നിന്നൊക്കെ തോടും കനാലും ഒക്കെ ചാല് കീറിയിട്ട് എന്ത് ചെയ്യും? വെള്ളം കൊണ്ടുവരും. അതെന്തിനത്? കൃഷി ചെയ്യാനാണ്. ഇപ്പോൾ അണക്കെട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പം യമുനാ നദിയിൽ തടയണ കെട്ടിയിട്ട് വെള്ളം ചാല് കീറി വൃന്ദാവനത്തിലെത്തിച്ച് വൃന്ദാവനത്തിലെ കാർഷിക സമ്പ്രദായത്തെ മെച്ചപ്പെടുത്തുകയാണ് ആര് ചെയ്തത്? ഈ അതാണ് അദ്ദേഹം യമുനാകർഷണം ചെയ്തു എന്ന് പറയുന്നത്. ഫലത്തിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ
ബലഭദ്രസ്വാമി വൃന്ദാവനത്തിലേക്ക് വന്നത് ഉഗ്രസേന മഹാരാജാവിന്റെ അഗ്രികൾച്ചറൽ ഓഫീസറായിട്ടാണ്. ശരിക്കും ഇവിടെ കൃഷി വകുപ്പ് മന്ത്രിയായിട്ടാണല്ലോ വന്ന് കൃഷിയുടെ വകുപ്പ് നേരെയാക്കാനായിട്ട് ഇന്നത്തെ ഭാഷയെ പറഞ്ഞ് അങ്ങനെയല്ലേ പറയേണ്ടത്. അപ്പൊ ഈ ഇദ്ദേഹം വൃന്ദാവനത്തിൽ വന്ന് ഈ വിധമൊക്കെ ചെയ്തുകൊണ്ട് ഇവിടെ കഴിച്ചു കൂട്ടുന്ന കാലത്ത് ദ്വാരകയിൽ ഒരു വിശേഷം ഉണ്ടായി. ദ്വാരകയിലേക്ക് ഒരു ദൂതൻ വന്നു. എന്താ ദൂതൻ എന്ന് പറഞ്ഞാൽ, ദൂതൻ വന്നത് എന്താ വെച്ചാൽ കരൂഷ ദേശത്തെ രാജാവ് പൗണ്ഡ്രകന്റെ ദൂതനായിട്ട് വന്നതാണ്. എന്താണെന്നാണെങ്കിൽ കരൂഷത്തില് ഒരു രാജാവുണ്ട് കരൂഷ ദേശത്ത്. അദ്ദേഹത്തിന്റെ പേര് പൗണ്ഡ്രകൻ എന്നാ പറയുക. ഈ പൗണ്ഡ്രകന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, പൗണ്ഡ്രകന്റെ അച്ഛന്റെ പേര് വസുദേവര എന്നാണ്. അപ്പൊ അച്ഛന്റെ പേര് വസുദേവര എന്നായതുകൊണ്ട് മകനെ വാസുദേവ എന്ന് വിളിക്കാൻ ഒരു വകുപ്പുണ്ട്. അങ്ങനെ വാസുദേവ എന്ന് വിളിക്കാൻ വകുപ്പോട് കൂടിയിട്ട് കഴിച്ചുകൂട്ടി അദ്ദേഹത്തിന് ലോകർ വാസുദേവ വാസുദേവ എന്ന് വിളിക്കാറുണ്ട് അച്ഛന്റെ പേര് വെച്ചിട്ട്. ഈ വാസുദേവ വാസുദേവ എന്നുള്ള വിളി കേട്ട് 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 പൗണ്ഡ്രകം വിചാരിച്ചു താൻ തന്നെയാണ് സാക്ഷാൽ വാസുദേവൻ എന്ന്. അദ്ദേഹത്തിന് അങ്ങനത്തെ ചെറിയൊരു വയ്യായി ഉണ്ട്. എന്ത് വയ്യായി നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ? ഒരു കുറേശ്ശെ ഒരു പോരായ നമ്മൾ അങ്ങനെ പറയൂലോ. പിന്നെ കാശി രാജാവിനെ പോലെയുള്ള സുഹൃത്തുക്കളും ഉണ്ട്. അവരൊക്കെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയും ചെയ്യും. അങ്ങനെ ഇദ്ദേഹം എന്ത് വിചാരിച്ചു? താൻ തന്നെയാണ് വാസുദേവൻ അങ്ങോട്ട് വിചാരിച്ചു. എന്നുവെച്ചാൽ അർത്ഥം നമ്മുടെ നാട്ടിൽ പറയില്ലേ, ഒരു 4 അണയുടെ കുറവേ ഉണ്ടാവുള്ളൂ, അത് നാട്ടുകാർ കൂടിയിട്ട് ഒരു ഉറുപ്പയാക്കണ്ട കണ്ടിട്ടില്ലേ? എന്നുവെച്ചാൽ എന്താ അത് അരപ്രാന്തനെ മുഴുപ്രാന്തനാക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതിൽ ലേശൊരന്തല്യായ ഉണ്ട്. അത് അദ്ദേഹത്തിന് നമുക്കൊക്കെ അറിയാം, ചിലർക്ക് ഉണ്ടാവും. പക്ഷെ അതിനെ നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ പറഞ്ഞ് പണ്ടൊരു മാഷുണ്ടായിരുന്നു. അദ്ദേഹം എങ്ങനെയാ വെച്ചാൽ അദ്ദേഹം ഒരു പ്രത്യേക ജാതി മട്ടാണ്. അദ്ദേഹത്തിന് പാടാനൊന്നും അറിയില്ല. ഒരു ജാതി ശബ്ദമാണ്, ഒരു ജാതി മട്ടുമാതിരി. അതിനേക്കാളൊക്കെ ഭേദത്തിലൊക്കെ നമ്മൾ പിന്നെയും പാടും. അങ്ങനെയൊക്കെ ഉണ്ട്. അത്രയ്ക്ക് കൊള്ളാത്ത പാട്ടാണ്, അത് നമുക്കറിയാം. എന്നാലും ആളുകൾ ഇദ്ദേഹത്തിന് ഒരു ജയശാന്തല്യായതുകൊണ്ട് അദ്ദേഹത്തിന് പറയും, മാഷിൻ്റെ പാട്ടാവും, മാഷിൻ്റെ ഇതിങ്ങനെ പറയും. ഇത് കേട്ട് 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 ഇയാളെ എവിടെയെങ്കിലും പോയി പാടുകയും ചെയ്യും. എന്നിട്ട് ഈ പാടുമ്പോൾ മറ്റുള്ളവർ പരിഹസിച്ച് ചിരിക്കുകയും ചെയ്യും. ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിചാരം പാട്ട് കേമായതുകൊണ്ടാണ് ചിരിക്കുക. അജാതി വിവരമില്ലാത്ത കൂട്ടാണ്. അപ്പം അങ്ങനത്തെ ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ ചില സമ്പ്രദായത്തിൽ? ഏതാണ്ട് ആ മട്ടാണ് ആര്? ഈ പൗണ്ഡ്രകൻ. ഈ പൗണ്ഡ്രകൻ ഇങ്ങനെ ഒന്നമോ ഭഗവതേ വാസുദേവായ പറഞ്ഞ് വാസുദേവ നാട്യത്തിൽ നടക്കാൻ തുടങ്ങിയപ്പം ഈ കാശിരാജാവൊക്കെ പറഞ്ഞു, അങ്ങ് ഇങ്ങനെയൊന്നും നടന്നാൽ ശരിയാവില്ല. ഈ പിന്നെ എന്താ പറയുക, കൈലി മുണ്ടൊന്നും ചുറ്റി നടക്കരുത്, മഞ്ഞപ്പട്ടൊക്കെ വേണം. മഞ്ഞപ്പട്ട് വാങ്ങി കുറഞ്ഞ നീളമുള്ള പട്ടൊക്കെ വാങ്ങി ചുറ്റി എടുത്തു. അതിന് വലിയ വിലയില്ലല്ലോ, പട്ട് വാങ്ങി കൊടുക്കുക. എന്തായാലും മുണ്ട് വാങ്ങണം, മഞ്ഞയിക്കോട്ടെ വിചാരിച്ചു അത് വാങ്ങി കൊടുത്തു. അപ്പോൾ അതൊക്കെ ശരി. പിന്നെ ഈ കിരീടത്തിന്റെ മുകളിൽ കോഴിയുടെ തൂവലൊന്നുമില്ല വെക്കാം. മയിൽപ്പീലി തിരികു വാസുദേവൻ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ മയിൽപ്പീലിയൊക്കെ അന്ന് ചിലവില്ല. മയിൽപ്പീലിയൊക്കെ പറമ്പിലുണ്ടാവും, വീണ് കിടക്കണം. മയിൽ പറക്കുമ്പോൾ വീഴില്ലേ തിരികെ നന്നായി. പിന്നെ പറഞ്ഞു അത് പറ്റില്ല, ഇങ്ങനെയൊന്നും ഇത് മാത്രമായാൽ പറ്റില്ല, എന്ത് വേണം? കൗസ്തുഭമണി വേണമെന്ന് പറഞ്ഞപ്പോൾ അത് യുദ്ധിയും ചോദിച്ചു. അങ്ങനെ വടക്കേ പറമ്പ് വിറ്റിട്ടൊരു മണി വാങ്ങി കഴുത്തിൽ തൂക്കി. പണം ചെലവായാലും അത് തരായി. അപ്പം പറഞ്ഞു അതൊക്കെ ശരിയായിപ്പോൾ പറഞ്ഞു ഇങ്ങനെയൊന്നല്ല, 4 കൈ ഉണ്ടാവും വാസുദേവൻ, അങ്ങേക്ക് 2 അല്ലേ ഉള്ളൂ ചോദിച്ചു. 4ആക്കാൻ എന്ത് ചെയ്യും? അങ്ങനെ ആശാരി രാമനെ വരുത്തിയിട്ട് നല്ല വരിക്കപ്ലാവിൻ്റെ കാതൽ കടഞ്ഞിട്ട് 2 കൈ ഉണ്ടാക്കി അത് ബെൽറ്റ് ഇട്ട് പിടിപ്പിച്ചു. 2 കൈ ആശാരി പിടിപ്പിച്ചതും 2 കൈ അമ്മ പെറ്റപ്പുള്ളതും. അങ്ങനെ 4 കൈയായിട്ട് ഇദ്ദേഹം അങ്ങനെ നടന്നു. 2 കൈ ഇളകില്ല, 2 കൈ ഇളകും. 2 കൈ ഇളകിയാൽ മതി, മറ്റേത് ഇളകണ്ട. അങ്ങനെ നിന്നാലും മതിയല്ലോ. അപ്പോൾ തേരിലൊന്നല്ല ഇങ്ങനെ പോയാൽ പറ്റിയ, ഗരുഡൻ്റെ പുറത്ത് പോകണം. അപ്പോൾ ഗരുഡനെ എന്ത് ചെയ്യും? അങ്ങനെ ഒരു ഗരുഡനെ മരം കൊണ്ട് ഉണ്ടാക്കിയിട്ട് തേരിൽ പിടിപ്പിച്ച് അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് പാര് പോകുന്നത്. അങ്ങനെയൊക്കെയായി. അപ്പോൾ ശ്രീവത്സം എന്ന് പറഞ്ഞ സാധനം അത് നിർബന്ധമാണെന്നും പറഞ്ഞു. അത് മഷി പരട്ടിയിട്ടാണ് അത് ഉണ്ടാക്കുക പതിവ്. ഈ ശ്രീവത്സം ദിവസം രാവിലെ കുളി കഴിഞ്ഞാൽ ശ്രീവത്സം ഉണ്ടാക്കും. പക്ഷേ ഈ ശ്രീവത്സം വൈകുന്നേരം ആകുമ്പോഴേക്ക് ഈ മൂത്തരിയത്തിൻ്റെ മുണ്ടിലൊക്കെ പറ്റി പിടിച്ച് ഈ മുണ്ടലക്കാൻ വരണോണ്ടല്ലോ, വെളുത്തേരത്തോളം ഉണ്ടല്ലോ, അതിലേക്ക് പാവത് ഇങ്ങനെ എന്താ രാജാവ് ഇത് കരി പിടിച്ച് എങ്ങനെ മുക്കി തിരുമ്പി, എന്താ രാജാവ് ഇത് എന്നിങ്ങനെ കരി പിടിച്ച് മുക്കി തിരുമ്പി വെളുപ്പിക്കേണ്ടേ, പാവായ്മ വന്നിങ്ങനെ സങ്കടം പറയും. അപ്പോൾ അത് തന്നെ രാജാവ് വിചാരിച്ചു സ്ഥിരമായിട്ടൊരു ശ്രീവത്സം വേണം. അങ്ങനെ അടുക്കളയിൽ പോയിട്ട് ഇരുമ്പിൻ്റെ മറ്റേ വലിയപ്പുറത്തിൻ്റെ വട്ടുള്ള വലിയ ചട്ടുകല്ലേ, ആ ചട്ടുക മറ്റേത് എണ്ണക്കാരൻ കൊണ്ടുപോയി അദ്ദേഹത്തെ കൊണ്ട് ചുട്ട് പഴുപ്പിച്ച് ചുകന്നനാക്കി കൊണ്ടുപോകുന്നു, നെഞ്ചത്ത് അങ്ങോട്ട് പിടിപ്പിച്ചു. അങ്ങനെ അതും തരായി. കാലിഞ്ച് ആഴത്തിലൊരു ശ്രീവത്സം. ഇങ്ങനെ എല്ലാ അടയാളങ്ങളും വൈഷ്ണവമായ അടയാളങ്ങളും ബുദ്ധിമുട്ടുണ്ടാക്കിയതിൻ്റെ ശേഷം ഒരു ദൂതനെ എവിടേക്ക് പറഞ്ഞയച്ചു? ദ്വാരകയിലേക്ക്. എന്തിനാണെന്നറിയൂ? ഇപ്പം ഞാൻ അങ്ങനെ ഇവിടെ വാസുദേവനായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതുപോലെ ഒരു വാസുദേവൻ ആണ് അങ്ങിപ്പോൾ ഇവിടെ വാസുദേവനായിട്ടിരിക്കണ കാലത്ത് ഇതുപോലെ ഒരു വാസുദേവൻ ദ്വാരകയിലും ഉണ്ടിരിക്കണോ? അതുകൊണ്ട് ആ ദ്വാരകയിലിരിക്കണ വാസുദേവനോട്
എന്ത് വേഷം കെട്ട കഴിച്ചു വെച്ചിട്ട് നേരാമണ്ണം നടന്നോളാൻ പറയൂ, ഇല്ലെങ്കിൽ യുദ്ധത്തിന് വന്നോളാൻ പറയൂ എന്ന് കാശി രാജാവ് പറഞ്ഞു കൊടുത്തു. പിന്നെ കാശി രാജാവ് പറഞ്ഞത് കേട്ടിട്ടാണ് പൗണ്ഡ്രകൻ എന്ത് ചെയ്തത്? ദ്വാരകയിലേക്ക് ദൂതനെ അയച്ചത്. ഒന്നുകിൽ യുദ്ധത്തിന് വരിക, ഇല്ലെങ്കിൽ വേഷം കെട്ട് അഴിച്ചു വെച്ച് നേരാമണ്ണം നടക്കുക. ഇത് കേട്ടിട്ട് എല്ലാവരും ചിരിക്കുകയുണ്ടായത്. ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു ഞാൻ വരാമെന്നും പറഞ്ഞു. എന്തായാലും ഇങ്ങനെ ഒരാൾ വിളിച്ചാൽ പോകണ്ടേ, നമ്മൾ എന്തിനും ക്ഷണിച്ചാൽ പോകണമല്ലോ. യുദ്ധത്തിന് ക്ഷണിച്ചപ്പം ഭഗവാൻ വരാമെന്നും പറഞ്ഞു. ഭഗവാൻ യുദ്ധത്തിനായിട്ട് ഇവൻ്റെ കൂടെ ഇങ്ങോട്ട് ചെന്ന സമയത്ത് അങ്ങോട്ട് ചെന്നു. അപ്പം ഇപ്പം മുമ്പിൽ ഇങ്ങനെ നിൽക്കണുണ്ട്. ഇവനെ കണ്ടപ്പോൾ തന്നെ ഭഗവാന് കൗതുകമായി. ആശാരി ചെയ്ത പണിയൊക്കെ കൂടി നോക്കിയിട്ടേ എല്ലാം കൂടി കണ്ടപ്പം അങ്ങനെ യുദ്ധം തുടങ്ങിയപ്പം അപ്പോഴാണ് ഇവൻ്റെ ഈ കാറ്റ് വീശിയപ്പം ഇവൻ്റെ ഈ ഉത്തരിയൊന്നും അങ്ങോട്ട് പറന്നപ്പോഴാണ് എന്ത് കണ്ടത്? ആ ചട്ടകം കൊണ്ട് ഉണ്ടാക്കിയ ശ്രീവത്സവവും ഒക്കെ കൂടെ കണ്ടപ്പോഴേക്ക് ഭഗവാൻ വലിയ ഭാവമായി. ഭഗവാൻ അങ്ങനെ പറയും ചെയ്തു. പൗണ്ഡ്രകനോട് പറഞ്ഞു, പൗണ്ഡ്രക, നിനക്ക് എല്ലാ സമ്പ്രദായങ്ങളും ഉണ്ട്, പക്ഷെ എന്താ വെച്ചിട്ടുണ്ടോ, നിന്റെ കയ്യിലിരിക്കുന്ന ചക്രം തിരിയണില്ല, അതിൻ്റെ മോട്ടർ കേടായി എന്നാ തോന്നണേന്നും പറഞ്ഞത്. ഇതിന് തിരിയണമല്ലോ, അത് തിരിയണില്ല, അതാണ് അത് കേടായി എന്നാ തോന്നണത്. ഒരു കാര്യം ചെയ്തോളൂ, ഞാൻ നിനക്ക് ഈ തിരിയണ ചക്രം ഞാൻ നിനക്ക് തരാം, എനിക്കിപ്പോൾ അത് ആവശ്യമില്ല, നിനക്കത് ആവശ്യമോ ഒന്നും പറഞ്ഞു ഭഗവാൻ ഈ ചക്രം ഇങ്ങനെ തിരിച്ചങ്ങോട്ട് കൊടുത്തു. പിന്നെ ഈ ചക്രം ഇങ്ങനെ വാങ്ങാൻ ഇങ്ങനെ നിപ്പിനെ ചക്രം അങ്ങോട്ട് വാങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ മറ്റേ സാധനം പോയി. ഇത് തിരിഞ്ഞ് വരുന്നതായതുകൊണ്ട് അങ്ങനെ തല പോകുമ്പോൾ ഇവൻ ചിന്തിച്ചു, സനിത്യം ഭഗവദ്ധ്യാന പ്രധ്വസ്താഖില ബന്ധന വിഭ്രാണശ്ച ഹരേ രാജൻ സ്വരൂപം തന്മയോ ഭവൽ. മരിക്കുമ്പോഴും എന്ത് വിചാരിച്ചു? ഞാനാണ് വാസുദേവൻ എന്ന് വിചാരിച്ച് മരിച്ചു. അങ്ങനെ അദ്ദേഹം എന്തായിട്ട് തീർന്നു? വാസുദേവ പാദത്തിൽ ചെന്ന് ചേർന്നു. നോക്കൂ, കാമം കൊണ്ടോ ക്രോധം കൊണ്ടോ ഭയം കൊണ്ടോ സ്നേഹം കൊണ്ടോ ബന്ധുത്വം കൊണ്ടോ ഭക്തി കൊണ്ടോ ഭഗവാനെ ഭജിച്ചവനല്ല ആര്? പൗണ്ഡ്രകൻ. പക്ഷെ അന്തല്യായോണ്ടും വിവരക്കേടോണ്ടാണെങ്കിൽ പോലും മരിക്കുമ്പോൾ എന്ത് ബോധ്യം ഉള്ളിൽ ഉറപ്പിച്ചു? താനാണ് വാസുദേവൻ എന്നുള്ള ബോധ്യം. അങ്ങനെ അദ്ദേഹം എവിടെ എത്തി? ഭഗവാന്റെ തൃപ്പാദത്തിൽ ചെന്ന് ചേർന്നു. ഇതാണ് പൗണ്ഡ്രകന്റെ ഒരു സമ്പ്രദായം എന്ന് പറഞ്ഞാൽ. ഈ പൗണ്ഡ്രകന്റെ കഥ ഇങ്ങനെ കേട്ടപ്പോഴാണ് നല്ല സമ്പ്രദായമായിട്ട് കേട്ടപ്പം ഈ ഇദ്ദേഹം ചോദിച്ചു, പരീക്ഷത്ത് ചോദിച്ചു, ഭഗവാൻ ശ്രീ ശുകരോട് ചോദിച്ചു, ഗുരുനാഥ ഭൂയോഹം ശ്രോതുമിച്ഛാമി രാമസ്യ അദ്ഭുത കർമ്മണ അനന്തസ്യ പ്രമേയസ്യ നോക്കൂ, അതുണ്ടായി യഥന്യൽ കൃതവാൻ പ്രഭോ. അതായത് എനിക്കിനി എന്ത് വേണം? അനന്തസ്യ അപ്രമേയസ്യ, അനന്തനും അപ്രമേയനുമായ ബലഭദ്രസ്വാമിയുടെ കഥകൾ കേൾക്കണം എന്നും പറഞ്ഞു. അപ്പൊ പറഞ്ഞു കൊടുത്ത കാലത്ത് ദ്വിവിധൻ എന്ന് പേരായിട്ടൊരു വാനരൻ ഉണ്ടായി. ദ്വിവിധൻ എന്നാ പേര്. ഈ ദ്വിവിധ വാനരൻ എന്താ ചെയ്തു വെച്ചാൽ, ഇവൻ പണ്ട് സുഗ്രീവന്റെ മന്ത്രിയായിരുന്നു. അങ്ങനെ സുഗ്രീവന്റെ മന്ത്രിയായിട്ടിരിക്കുന്ന കാലത്ത് സുഗ്രീവാദി വാനരന്മാരെല്ലാവരും ശ്രീരാമേന്ദ്രസ്വാമി വൈകുണ്ഠത്തേക്ക് പോണ സമയത്ത് ശ്രീരാമേന്ദ്രസ്വാമിയുടെ കൂടെ പോയില്ലോ. അന്ന് ഇവന് മാത്രം പോവാൻ പറ്റിയില്ല. ഇവൻ എന്തേ ചെയ്തു വെച്ചാൽ അവിടെ എവിടെയോ എന്തോ ഇടവഴിയിൽ വർത്തമാനം പറഞ്ഞു നിന്ന് മറ്റവരെ പോവുകയും ചെയ്തു. ഈ കൂട്ടത്തിലൊക്കെ പോകുമ്പോൾ ഒരു കൂട്ടമര്യാദ ഉണ്ടാവണം, സമൂഹ മര്യാദ. നമ്മളിപ്പോൾ ഒന്നിച്ചൊരു യാത്ര പോകുക വെച്ചാൽ എല്ലാവരും കൂടി ഒരു യോജിപ്പിൽ പോകണം. ഓരോരുത്തർക്ക് ഓരോ സമ്പ്രദായം ഉണ്ടെങ്കിൽ ഒരു കൂട്ടത്തിൽ പോകുമ്പോൾ എന്ത് വേണം? ചില അച്ചടക്കങ്ങളൊക്കെ നമ്മൾ പാലിക്കണമല്ലോ. അതിപ്പം പാലിച്ചില്ല. അതേണ്ട പണ്ട് ശബരിമലയ്ക്ക് പോയി നമ്മുടെ നാട്ടിൽ നിന്ന് 10-50 പേര് പോയി. അപ്പോൾ 50ാമത് പോയത് മടക്കയില കൊയ്ന്നുംകുട്ടിയാ. അപ്പോഴേ ഗുരുസ്വാമി പറഞ്ഞു, കൊയ്ന്നുംകുട്ടി വേണോ എന്ന് ചോദിച്ചത്. പോന്നോട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ ഇവർ ശബരിമലയ്ക്ക് പോയിട്ട് എന്താണ്ടായിച്ചു, കൊയ്ന്നുംകുട്ടി ആ മൈക്ക് പോയിന്റിൽ പോയിട്ട്, ഈ വിളിച്ച് പറയുന്ന മൈക്ക് പോയിന്റില്ലേ, അവിടെ പോയിട്ട് പറഞ്ഞു, ഇനി കോഴിക്കോട്ട് നിന്ന് വന്നേ കൊയ്ന്നുംകുട്ടിയുടെ കൂടെ വന്ന് 50 പേരെ കാണാനില്ല, അപ്പോൾ ആ 50 പേരും മൈക്ക് പോയിന്റിൽ വരണം, അവരെയും കാത്ത് കൊയ്ന്നുംകുട്ടി മൈക്ക് പോയിന്റിലുണ്ട് എന്നും പറഞ്ഞു. എത്ര പേരെ കാണാണ്ട് ഇതൊന്നിച്ച്? 49 പേരെ കാണാനില്ല. അതിൽ 50ാമൻ കൊയ്ന്നുംകുട്ടി അവരെയും കാത്ത് നിൽക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോഴേ ഗുരുസ്വാമി പറഞ്ഞ ജാതികളൊന്നും കൊണ്ടുപോകണ്ടാന്ന് വെച്ചാൽ എന്താ അർത്ഥം? കൂട്ടം തെറ്റിപ്പോയത് ആരാണ്? കൊയ്ന്നുംകുട്ടിയാണ്. കൂട്ടത്തിൽ അതാണ് ഒരു കൂട്ടമര്യാദ പരിപാലിക്കണം. ഇല്ലെങ്കിൽ 50 പേര് കാണാണ്ട് 51ാമൻ പോയി. അപ്പൊ ഇവൻ അങ്ങനെ ഇവൻ ഇവിടെ വന്ന് ഭൂമിയിൽ വന്നിരിക്കുക കാരണത്താൽ ഭൂമിയിൽ ദുഷ്ടസംസർഗം ചെയ്ത് നരകാസുരന്റെ സുഹൃത്തായി ദുഷ്ടനായി ആളുകളെ കൊല്ലുക, കുട്ടികളെ കൊല്ലുക, സ്ത്രീകളെയും കുട്ടികളെയും പർവ്വത ഗുഹയിൽ അടച്ചു പൂട്ടി കൊല്ലുക, വീടുകൾ പൊളിച്ച് തകർക്കുക, അതുപോലെ മരങ്ങൾ പൊട്ടിച്ചെറിഞ്ഞ ആളുകളെ കൊല്ലുക, നശിപ്പിക്കുക, ഇങ്ങനെ ദുഷ്ടനായിട്ട് തീർന്നു. ഈ ദ്വിവിധൻ ഒരിക്കൽ എന്താണ്ടായി വെച്ചാൽ ദ്വാരകയിൽ വന്നു. ഭഗവാൻ ബലഭദ്രസ്വാമി ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ദ്വിവിധൻ വന്ന സമയത്ത് അദ്ദേഹം ഭാര്യമാരോട് കൂടി വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദ്വിവിധം വരുന്നത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ദ്വാരകയിൽ വന്ന ഈ മഹാഭാവി എന്തേ ചെയ്തു വെച്ചാൽ ബലഭദ്രസ്വാമിയുടെ അടുത്ത് വന്നിരുന്നിട്ട് ഈ സ്ത്രീകളെയൊക്കെ നോക്കിയിട്ട് പല്ലിളിച്ച് കുരങ്ങന്മാരങ്ങനെ കാണിക്കില്ല, അങ്ങനെയൊക്കെ കാണിച്ചു. അവരിങ്ങനെ ചിരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇപ്പുറത്തെ ഭാഗത്ത് കൂടി അദ്ദേഹം കാണാതെ വന്നത് ആ മധുകുംഭം എന്ന് പറഞ്ഞ ആ വലിയ ഭരണി ഉണ്ടായിരുന്നു. അത് തല്ലി പൊട്ടിച്ചു.
മധുകുംഭം പൊട്ടിച്ച സമയത്ത് ബലഭദ്രസ്വാമിക്ക് അത്ര സന്തോഷമായില്ല. ബലഭദ്രസ്വാമി ഇങ്ങനെ എഴുന്നേറ്റു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒലക്കയും കലപ്പയും രണ്ടും കൊണ്ട് നടക്കൂല, എപ്പോഴും കയ്യിലുണ്ടാവും. നമ്മൾ വേഗം കൂടിയും കൊണ്ട് പോകണ മാതിരി എപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തുണ്ടാവും? ഒലക്കയും കലപ്പയും ഉണ്ടാവും. അദ്ദേഹം ഇങ്ങനെ നോക്കി നിൽക്കണ സമയത്താണ്, എണീട്ട സമയത്ത് ഈ വാനരൻ പിമ്പിക്കൂടി ഇങ്ങോട്ട് വന്ന് മുമ്പിലേക്ക് തിരിഞ്ഞു വന്ന് അദ്ദേഹത്തിന് മുണ്ടഴിച്ചെടുത്ത് ഓടി. അത് ഏഷ്യ ഇങ്ങോട്ട് വന്നു ബലഭദ്രസ്വാമിക്ക്. ബലഭദ്രര് തൻ്റെ ഒലക്കയുണ്ട് ദ്വിവിധനെ വധിച്ചു എന്ന് പറയാം. അങ്ങനെയാണ് ദ്വിവിധവധം ഉണ്ടായത്. ആ കാലത്ത് പിന്നെ വേറൊരു സമ്പ്രദായം കൂടി ഉണ്ടായി ബലഭദ്രസ്വാമിയുടെ വകയെ. നമ്മൾ ദുര്യോധനൻ ഒരു മകളുണ്ടായിരുന്നു, ദുര്യോധനെ. ഈ ദുര്യോധനന്റെ മകളുടെ പേര് ലക്ഷ്മണ എന്ന് പറയും. ഈ ലക്ഷ്മണയ്ക്ക് വിവാഹം ഉണ്ടായി, സ്വയംവരം. സ്വയംവരം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുക? പണ്ടൊക്കെ രാജകുമാരിമാര് പെൺകുട്ടികള് വിവാഹം ചെയ്യുന്ന സമ്പ്രദായത്തിനാണ് സ്വയംവരം എന്ന് പറയുക. സ്വയംവരം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, രാജകുമാരന്മാരൊക്കെ അങ്ങനെ വരിയായിട്ട് വന്നിരിക്കണവരുടെ കൂടെ ആരെ ഇഷ്ടമായത് വെച്ചാൽ അവരെ ചെന്ന് മാലയിട്ട് വരിക്കണതിന്റെ പേരാണ് എന്ത്? സ്വയംവരം. അന്ന് ഈ ലക്ഷ്മണയ്ക്ക് വിവാഹം ഉണ്ടായപ്പം ഈ വിവാഹത്തിന്റെ വർത്തമാനങ്ങൾ എല്ലാവരെയും ക്ഷണിച്ചു, ദ്വാരകയിലും പോയി ക്ഷണിച്ചു. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാനാണെങ്കിൽ അന്നിപ്പോ ദ്വാരകയിൽ നിന്ന് വന്ന് ഈ കല്യാണത്തിനൊന്നും എപ്പോഴും പങ്കെടുക്കാനൊന്നും പറ്റിയില്ല. തിരക്കുണ്ടാവുകയെ. പല തിരക്കുള്ളവർക്കൊന്നും കല്യാണത്തിനൊന്നും എങ്ങനെയൊന്നും പോകാനൊന്നും എപ്പോഴൊന്നും പറ്റില്ല. അപ്പം ഭഗവാന് പോകാൻ പറ്റാണ്ട വന്നപ്പം ഭഗവാൻ എന്താ ചെയ്തു വെച്ചാൽ, ഈ തൻ്റെ മകൻ സാമ്പൻ എന്ന് പറഞ്ഞൊരു പുത്രൻ്റെ ആ സാമ്പനെ പറഞ്ഞേക്കാന്ന് വിചാരിച്ചു. സാമ്പൻ എന്ത് ചെയ്തു? സാമ്പനാണ് വിവാഹത്തിന് പോകുന്നത്. അപ്പൊ സാമ്പൻ ഇവിടെ അച്ഛൻ്റെ പ്രതിനിധിയായിട്ട് കല്യാണത്തിൽ പങ്കെടുക്കാൻ വന്നതാണെങ്കിൽ സാമ്പൻ പോയിട്ട് എന്ത് ചെയ്തു? ഇവിടെ കുമാരന്മാരിങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോഴേ സാമ്പനും തോന്നി ഒന്ന് കയറിയിരുന്നാലോ എന്ന് തോന്നി. അങ്ങനെയാണല്ലോ നമുക്ക് ഓരോ ദിക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് ഓരോന്നും തോന്നുമല്ലോ. സാമ്പൻ അവിടെ നിന്ന് ഒരു A4 ഷീറ്റ് വാങ്ങി ബയോഡാറ്റയൊക്കെ എഴുതി അവിടെ കൊടുത്തു, ഓഫീസറുടെ കൊടുത്തു, കസേരയിൽ കയറി അവിടെ ഇരുന്നു. അങ്ങനെ ഈ രാജകുമാരി തോഴിയോട് കൂടിയിട്ട് ഇങ്ങനെ വന്നപ്പോൾ തോഴി ബയോഡാറ്റ നോക്കി വായിക്കുന്നുണ്ടെങ്കിൽ രാജകുമാരനാണ്, മറ്റേ കുമാരനാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. മാല വേണമെങ്കിൽ കഴുത്തിലിട്ടാ, പക്ഷെ കഴുത്തിലിട്ടില്ല. ഈ രാജകുമാരി തോഴിയോട് കൂടി ഇങ്ങനെ മാല പിടിച്ചിട്ടാണ് ഈ രാജകുമാരി ഇങ്ങനെ വരിക. ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ ഇടാം, ഇല്ലെങ്കിൽ അടുത്ത ദിക്കിലേക്ക് പോവാം. അപ്പം അങ്ങനെ പോന്നു ഒരു ദിക്കിൽ നേരെയാവാതെ ഇഷ്ടാവണില്ല എന്ന് കണ്ട് പോന്നു. കുറേ എവിടെ ഇഷ്ടമായില്ല, അടുത്ത ദിക്കിലേക്ക് പറഞ്ഞു പോന്നു. അങ്ങനെ സാമ്പൻ്റെ മുമ്പിലെത്തി പെൺകുട്ടി ഇങ്ങനെ നിൽക്കുക, രാജകുമാരി ലക്ഷ്മണ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് സാമ്പനെ കുറിച്ച് തോഴി പറഞ്ഞു കൊടുത്തു. സാമ്പനാണ് ഭഗവാന്റെ പുത്രനാണ്, സാമ്പോ ജാമ്പവതി സുത, മഹാകേമനാണ്, വലിയ വിദ്വാനാണ്, മഹാരഥനാണ്, വീരനാണ്, ശൂരനാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ സാമ്പം വിചാരിച്ചു എന്തായാലും മാല അപ്പം എവിടെ ഇടും? തൻ്റെ കഴുത്തിലിടും എന്ന് വിചാരിച്ചു. പക്ഷേ പെൺകുട്ടി എന്ത് ചെയ്തു? നെക്സ്റ്റ് അടുത്ത ദിക്കിലേക്ക് നടക്കുമെന്ന്. അപ്പം അത് കേട്ടപ്പോൾ സാമ്പന് മനസ്സിലായി തന്നെ എന്തായാലും വെളി കഴിക്കില്ല എന്ന്. അപ്പം സാമ്പ ഇങ്ങനെ ചിന്തിച്ചു, അതിൻ്റെ ഇടയ്ക്കൊക്കെ ചിന്തിച്ചു. എന്താ ചിന്തിച്ചത്? എത്ര കാലമായി താൻ ഇങ്ങനെ സ്വയംവരത്തിന് നടക്കണം, എത്ര സ്വയംവരങ്ങൾക്ക് പോയതാ. തൻ്റെ ഒരു രാജകുമാരിക്ക് എന്ത് തോന്നിയില്ല? തൻ്റെ കഴുത്തിൽ ആ മാല ഇടാൻ തോന്നിയില്ല. പണ്ടൊക്കെ തൻ്റെ കൂടെ സ്വയംവരത്തിന് വന്ന ചെറുപ്പക്കാരൊക്കെ ഇപ്പോൾ LKG UKG നടക്കുക, താൻ ഇപ്പോഴും സ്വയംവരത്തിന് നടക്കുക. എന്തൊരു കഷ്ടമല്ലേ, ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ മാലയായിട്ട് ഇങ്ങനെ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് തിരിയുമ്പം സാമ്പൻ എന്തേ ചെയ്തു വെച്ചാൽ, സാമ്പൻ എഴുന്നേറ്റ് പോയിട്ട് ആ മാലയിൽ കൊണ്ടുപോയി തലയിട്ടു. അപ്പം മാലയിൽ കൊണ്ടുപോയി തലയിട്ടാലും തലയിൽ കൊണ്ടുപോയി മാലയിട്ടാലും ദൂരേന്ന് നോക്കുമ്പോൾ ഒരുപോലെ തോന്നുക. അപ്പോഴേക്ക് ബ്രേക്കിംഗ് ന്യൂസ്, ഫ്ലാഷ് ന്യൂസ്, സാമ്പനെ വിട്ടു എന്ന് എല്ലാ ദിക്കിലും പ്രസിദ്ധമായി. ലക്ഷ്മണൻ ഓടിപ്പോയി അച്ഛനോട് പറഞ്ഞു, അച്ഛാ പോയി എന്താ കുട്ടിയെ പോയത്? മാല പോയി എന്നും പറഞ്ഞു. ഈ പഴയ കാലത്തൊക്കെ മാലയ്ക്കൊക്കെ ഒരു പ്രാധാന്യമുള്ള കാലമായിരുന്നു. ഇന്നത്തെ മാതിരി ഇന്ന് മാലയൊന്നും വലിയ വിഷയമൊന്നുമല്ല. നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടില്ലേ, എന്ത് വിവാഹ മണ്ഡപത്തിൽ വെച്ച് വധു വരന്റെ കഴുത്തിൽ മാല ചാർത്തി ഓട്ടോറിക്ഷയിൽ കയറി കാമുകന്റെ കൂടെ പോയി എന്ന്. മറ്റേ ചെക്ക അങ്ങനെ നിൽക്കുക, മാല കഴുത്തിലും കിടക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. മറ്റുള്ള പോയി ഞവളെപ്പോഴാണ് വരികയെന്ന് അറിയില്ല, എന്തായാലും ഇപ്പം ഇന്ന് വരുന്നുണ്ടാവില്ല. ശരിയല്ലേ? ഇങ്ങനെയൊക്കെ പത്രത്തിൽ വായിച്ചിട്ടില്ലേ? എന്നാൽ പിന്നെ ഈ മാല ഓട്ടോറിക്ഷ കയറി ഇവൻ്റെ കഴുത്ത് ചേർത്തിയാൽ മതിയായിരുന്നു. എന്നാൽ പിന്നെ അവർക്ക് അങ്ങോട്ട് പോവുകയും ചെയ്യും, ചെക്കൻ അവൻ്റെ വീട്ടിലേക്കും പോവാം. ഇവരെ എന്താ വീണ്ടും ഇഷ്ടമില്ല, അങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ? അപ്പം മാലയ്ക്കൊന്നും വലിയ വിലയൊന്നും ഇന്നില്ല. പണ്ടൊക്കെ അതിനൊക്കെ വിലയുള്ള കാലമായിരുന്നു. അപ്പോൾ ഇത് കൊണ്ടുപോയി തലയിട്ടു എന്ന് പറഞ്ഞ് പെൺകുട്ടി നിലവിളിച്ചു. അപ്പോൾ ലക്ഷ്മണൻ നിലവിളിച്ച സമയത്ത് ദുര്യോധനന് വലിയ വിഷമായി. ഈ അനാവശ്യ കാര്യത്തിൽ തലയിടരുത് നമ്മൾ എപ്പോഴും പറയണതാണ്. ദുര്യോധനൻ എന്തേ ചെയ്തു? ദുര്യോധനാദികളെല്ലാവരും കൂടി ചേർന്നിട്ട് സാമ്പനെ, അവർ 10,000-20,000 പേര് കൂടി സാമ്പനെ പിടിച്ചു കെട്ടി. സാമ്പനെ പിടിച്ചു കെട്ടിയ വർത്തമാനം ദ്വാരകയിൽ അറിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ എന്തേ ചെയ്തു വെച്ചാൽ, ഭഗവാൻ വിചാരിച്ചു ഭഗവാൻ ഒന്നും വേണ്ടിയില്ല. എന്താ കാരണം എന്നറിയൂ? അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. വേട്ടാത്തതിന് പോയിട്ടല്ലേ, ഭഗവാൻ പോയില്ല. അപ്പോൾ ഭദ്രസ്വാമി പറഞ്ഞു, ഉണ്ണിയെ ഞാൻ പോയിക്കോളാം എന്നും പറഞ്ഞു.
അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞതിന് കേട്ടനാ നല്ലതെന്നും പറഞ്ഞു. അങ്ങനെ ബലഭദ്രസ്വാമി ഉദ്ധവാദികളായ യാദവന്മാരെ ചിലരെ കൂട്ടിയിട്ട് അങ്ങോട്ട് നടന്നു, ഹസ്തിനാപുരത്തേക്ക് നടന്നു. ഹസ്തിനാപുരത്തേക്ക് ബലഭദ്രസ്വാമി വരണമെന്ന് കണ്ടപ്പം ദുര്യോധന്റെ ഗുരുനാഥനാണല്ലോ, അദ്ദേഹത്തെ നല്ലോണം, അദ്ദേഹം ഹസ്തിനാപുരം രാജധാനിക്ക് പോയില്ല, ഉദ്ധവരെ രാജധാനിയിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം ഈ ബലഭദ്രര് അവിടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുക ചെയ്ത്. ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഉദ്യാനഗ്രഹം എന്നാ പറഞ്ഞത്. ഉദ്യാനഗ്രഹം എന്നൊക്കെ ഇപ്പൊ നമ്മൾ ഇന്ന് പറയെങ്കിലും പണ്ട് അങ്ങനെ പറഞ്ഞാലും പുതിയ പേര് ഇപ്പൊ ഗസ്റ്റ് ഹൗസ്, റെസ്റ്റ് ഹൗസ് എന്നൊക്കെ അല്ലേ പറയുക. അപ്പൊ അവിടെ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു. എന്നിട്ട് ആരെ പറഞ്ഞയച്ചു? ഉദ്ധവര് പോയി വർത്തമാനം പറഞ്ഞപ്പോഴേക്ക് ഗുരുനാഥൻ വന്നു എന്ന് കേട്ടിട്ട് ദുര്യോധനാദികള് ഈ സമ്മാനങ്ങളൊക്കെ ആയിട്ട് ഗുരുനാഥന് വെച്ച് നമസ്കരിക്കാനുള്ള വസ്തുക്കളൊക്കെ ആയിട്ട് വന്നിട്ട് കാൽക്കല് വീണ് നമസ്കരിച്ചു. കാൽക്കല് വീണ് നമസ്കരിച്ചപ്പം ഈ ബലഭദ്രര് ദുര്യോധനോട് പറഞ്ഞു, ദുര്യോധന, നിങ്ങളെല്ലാരും കൂടിയിട്ട് ഒരു ചെറുപ്പക്കാരനെ പിടിച്ച് കെട്ടിയിട്ടുണ്ടെന്ന് കേട്ടു, കെട്ടഴിച്ചു വിട്ടോളൂ എന്നും പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പം ദുര്യോധന ദേഷ്യം വന്നു. എന്താ കാരണം? ഈ സാമ്പനെയാണ് ഉദ്ദേശിച്ചത്. ദുര്യോധനൻ പറഞ്ഞു, അഹോ മഹച്ചിത്രമിതം കാലഗത്യാ ദുരത്യയാ ആരുരുക്ഷത്യുപാനദ്വൈ ശിരോ മുകുടസേവിതം. അല്ലെങ്കിൽ നോക്കണേ, എന്താപ്പ കഥ, കാലത്തിന്റെ ഒരു പോക്ക്, ചെരുപ്പിന്റെ മോഹം എന്ത് തലയിൽ കയറിയിരിക്കാൻ. ഈ യാദവന്മാരൊക്കെ എവിടെ നിന്ന് വന്നവരാണ്? ഞങ്ങളെ കൊടുത്ത തുച്ഛമായ ഭൂമി കൊണ്ട് വലിയ രാജാക്കന്മാരാണെന്നും പറഞ്ഞ് ഭരിക്കണവരാണ്. നമ്മളൊന്നും കൊടുത്തില്ലേ ചവറ്റുള്ള തെണ്ടി നടക്കില്ല അങ്ങാടിയിൽ, ബസ് സ്റ്റാൻഡില്. അന്ന് നിസാരം കൊടുത്തിട്ടാണ് യാദവന്മാര് യോഗ്യന്മാരായത്. എന്നിട്ട് ഇപ്പൊ അവർക്ക് ഇവിടെ വന്നിട്ട് വേണത്ര വെളിയും സംബന്ധമൊക്കെ. എങ്ങനെയുണ്ട് നോക്കണേ, ചെരുപ്പിന്റെ മോഹം തലയിൽ കയറിയിരിക്കാനെന്ന് പരിഹസിച്ചതാണ്. എന്നുവെച്ചാൽ എന്താർത്ഥം? വാസ്തവത്തിൽ യാദവന്മാർക്ക് രാജ്യം കിട്ടിയില്ലല്ലോ. യയാതി മഹാരാജാവ് യദൂനല്ലല്ലോ രാജ്യം കൊടുത്തത്, പൂരുവിനല്ലേ രാജ്യം കൊടുത്തത്. അപ്പൊ പൂരുവിന്റെ പരമ്പരക്കാരാണ് ആരെ? കൗരവന്മാരും പാണ്ഡവന്മാരും. യദുവിന്റെ പരമ്പരക്കാരാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ വംശക്കാര്. അപ്പൊ അവർക്ക് വാസ്തവത്തിൽ പണ്ട് രാജ്യം ഇല്ല. പിന്നീട് വന്നു ചേർന്ന രാജ്യമൊക്കെ ആയിട്ടാണ് അവരെന്ത് ചെയ്തത്? രാജാക്കന്മാരായിട്ട് വാണത്. അപ്പൊ അതാണ് പറഞ്ഞത്, പൗരവന്മാര്, പൂരുവിന്റെ വംശക്കാര് പൗരവന്മാര്, യദുവിന്റെ വംശക്കാര് യാദവന്മാര്. അപ്പൊ ഈ പൗരവന്മാര് സൗജന്യം കൊടുത്ത രാജ്യം കൊണ്ടാണ് യാദവന്മാര് മിടുക്കന്മാരായത് എന്നാണ് ആര് പരിഹസിച്ചത്? ദുര്യോധനൻ പരിഹസിച്ചത്. ചെരുപ്പ് പറയാൻ മോശപ്പെട്ട വസ്തു, കാലമ്പിലിടുന്ന വസ്തു നമ്മൾ കൈകൊണ്ടും തൊടാറില്ല, തലയിലും വെക്കാറില്ല. വെക്കുവോ? ഇല്ല. അതല്ല, ചെരുപ്പിന്റെ മോഹയെ തലയിൽ കയറിയിരിക്കുക എന്ന് പരിഹസിച്ചു. അത് ചെരുപ്പ് എന്ന് പറഞ്ഞാൽ യാദവന്മാര് കുറച്ച് വില കുറഞ്ഞവര്, നമ്മള് തലയും പ്രധാനപ്പെട്ടതും. ഇത് കേട്ടപ്പം ബലഭദ്രസ്വാമിയല്ലേ, അദ്ദേഹത്തിന് ദേഷ്യം വരില്ലേ? അദ്ദേഹത്തിന് അങ്ങോട്ട് ദേഷ്യം വന്നു. ബലഭദ്രസ്വാമിക്ക് ദേഷ്യം വന്നാൽ അത് കുറേശ്ശൊന്നും അല്ല വരിക. അദ്ദേഹം അങ്ങോട്ട് ചാടി എഴുന്നേറ്റ് പറയും ചെയ്തു, ഓഹോ ഇപ്പോഴല്ലേ മനസ്സിലായത്, എന്ത് ഭുഞ്ചത്തെ കുരുഭിർദത്തം ഭൂഖണ്ഡം വൃഷ്ണയക്കില. കൗരവന്മാര് കൊടുത്ത ഭൂമി അത്രേ നമ്മൾ വൃഷ്ണികളെ യാദവന്മാര് ഭരിക്കുന്നത്. അതല്ലേ ഉപാനഹക്കിലം കിലവയ. നമ്മൾ ചെരുപ്പാത്രേ സ്വയം തു കുരവശിര ബിർത്തലയും. നമ്മൾ ചെരുപ്പും ബിർത്തലയും. ഇതൊക്കെ ആഹന്താന്നല്ലേ പറയണ്ടു. ബലഭദ്രക്ക് ഇങ്ങോട്ട് ദേഷ്യം വന്നു. അദ്ദേഹം ആ കലപ്പ ഇങ്ങോട്ട് എടുത്തിട്ട് ഹസ്തിനാപുരം രാജധാനിയുടെ തെക്ക് ഭാഗത്ത് അങ്ങോട്ട് കുത്തി ഇങ്ങോട്ട് പൊന്തിച്ചു. കലപ്പയോട് കുത്തി പൊന്തിച്ചാൽ മണ്ണ് ഇങ്ങോട്ട് പൊന്തുമല്ലോ. ഇതിങ്ങോട്ട് പൊന്തി ഹസ്തിനാപുരം രാജധാനി, ആ രാജധാനി കൊണ്ട് ചെരിഞ്ഞു. ഹസ്തിനാപുരം ദേശം തന്നെ ചെരിഞ്ഞു പോയി. ചെരിഞ്ഞു എന്ന് മാത്രമല്ല, ദേശം ചെരിഞ്ഞാൽ കൊട്ടാരം ചെരിയില്ലേ, കൊട്ടാരം ചെരിഞ്ഞാൽ കസേര മറിയില്ലേ, കസേര മറിഞ്ഞ് ദുര്യോധനൻ നിലത്ത് വീണു. ദുര്യോധനന്റെ മനസ്സിൽ മണ്ണ് തലയിൽ വീഴുന്നു. ദുര്യോധനൻ ചാടി എഴുന്നേറ്റ് വന്ന് അദ്ദേഹത്തെ തന്നെ രാമ രാമാഖിലാധാര പ്രഭാവം ന വിദ്യാമതേ മൂഢാനാം നഹുബുദ്ധീനാം ക്ഷന്തുമർഹസി അതിക്രമം നമസ്തേ സർവഭൂതാത്മൻ സർവശക്തിധരാവ്യയ വിശ്വകർമ്മൻ നമസ്തേസ്തോ ത്വം വയം ശരണം ഗതാഹ. ഭഗവാനെ, ഞങ്ങൾ അങ്ങേ ശരണം പ്രാപിക്കുകയാണ് എന്ന് പറഞ്ഞ് ആരെ നമസ്കരിച്ചു? ഈ ബലഭദ്രസ്വാമിക്ക് വേഗം ദേഷ്യം വരുംച്ചാലും വേഗം തന്നെ എന്ത് പോവും ചെയ്യും? ദേഷ്യം പോവും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ക്ഷിപ്രകോപികള് ക്ഷിപ്രപ്രസാദികളും കൂടി ആയിരിക്കും. കണ്ടിട്ടില്ലേ? പെട്ടെന്ന് ദേഷ്യം വരുന്ന മുൻശുണ്ഠിക്കാരെ കണ്ടിട്ടുണ്ടോ? അവര് വേഗം പ്രസാദിക്കും. അവര് വെള്ളത്തിന്റെ മാതിരിയാണ്. വെള്ളം വെയിലുണ്ടായാലും തീ ചൂടേറ്റാലും വേഗം ചൂടാവും. എന്നാൽ എടുത്തിറക്കി വെച്ച വേഗം തണുക്കും ചെയ്യും. ചിലതങ്ങനെയില്ല, മണല് ചൂടായ മാതിരിയാണ്. അത് മെല്ലെ ചൂടാറുള്ളൂ. ചിലരുണ്ടല്ലേ അങ്ങനെയൊക്കെ, അത്രയും മണലിനേക്കാളും അത് വെള്ളം തന്നെയാണ്.
അതുകൊണ്ട് തന്നെ ഈ വലിയ ദേഷ്യക്കാർക്ക് വലിയ സ്നേഹമായിരിക്കും. ഈ ദേഷ്യപ്പെടുന്നതൊക്കെ എന്തുകൊണ്ടാണെന്നറിയൂ? സ്നേഹാധിക്യം കൊണ്ടാണ് അത്തരക്കാര്. അപ്പം അതുപോലെ ഇദ്ദേഹം വലിയ സ്നേഹമൊക്കെ ഉള്ള ആളാണ്. ദുര്യോധനന്റെ ആ പ്രാർത്ഥന കേട്ട് നമസ്കരിച്ചപ്പോൾ എന്താണ്ടായിച്ച് അനുഗ്രഹിച്ചു. അങ്ങനെ ഈ സാമ്പൻ ഇങ്ങനെ ഒരു സ്വതന്ത്രനായി. അപ്പം നമ്മുടെ ദുര്യോധനൻ ലക്ഷ്മണയോട് ചോദിച്ചു, ലക്ഷ്മണേ എന്നാ ഇനിയിപ്പോ സാമ്പൻ മതിച്ചാലോ ചോദിച്ചു ഭർത്താവായിട്ടേ. അപ്പൊ ലക്ഷ്മണ പറഞ്ഞു, സാമ്പൻ അയച്ചാൽ സാമ്പൻ, ആ കള്ളിയിൽ പേരെഴുതാൻ ഒന്ന് വേണം, അല്ലാണ്ട് ഏത് കള്ളിയിൽ നമുക്ക് കള്ളി പൂരിപ്പിക്കുമ്പോൾ അവിടെയൊക്കെ എല്ലാം പൂരിപ്പിക്കണ്ടേ, അപ്പൊ അവിടെ എന്തെങ്കിലും ഒന്നും എഴുതണ്ടേ, അതിനത് അത്രയൊക്കെ സാമ്പൻ. ഈ സാമ്പൻ മോശക്കാരനായതുകൊണ്ടോ അന്തല്യാത്തവനായതുകൊണ്ടോ കൊള്ളാത്തവനായതുകൊണ്ടോ ഒന്നുമല്ല. കുട്ടിക്ക് അങ്ങനെ തോന്നിയില്ല. പിന്നെ ഇതിൽ കൊണ്ടുപോയി തലയിട്ടു, ഒക്കെ കൂടി ഇപ്പോൾ ഒരു മുഷ്ടിലുണ്ടായി. അതേ ഉള്ളൂ. ഇപ്പം മുഷ്ടിലൊക്കെ മാറി. അങ്ങനെ ലക്ഷ്മണ സാമ്പനെ വിവാഹം ചെയ്തു. ഇതാണ് ലക്ഷ്മണയുടെ ആ ഒരു വിവാഹത്തിൻ്റെ പ്രത്യേകത. ആ കാലത്ത് ഒരിക്കലേ നാരദ മഹർഷിക്ക് തോന്നി, എന്ത് ഇപ്പോൾ ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ 10,16,008 ഭാര്യമാരുടെ കൂടെ കഴിച്ചു കൂട്ടുന്നില്ലേ, എന്താ ഭഗവാന്റെ ആ ഒരു സമ്പ്രദായം, എങ്ങനെയാ ഭഗവാൻ ഇവരുടെ കൂടെ കഴിയണത്, എന്താ അവിടുത്തെ മട്ടുമാതിരി ഒരു രൂപം കിട്ടിയില്ല. അപ്പം നാരദ മഹർഷി എന്ത് ചെയ്തു? ഇവിടുത്തെ വർത്തമാനം അപ്പുറത്തെ വീട്ടിൽ പോയി ചോദിച്ചറിയാന്നുള്ളൊരു ഏർപ്പാടാണ് നമ്മുടെ നാട്ടിൽ. അതല്ല പതിവ്. ഭഗവാൻ അത് നേരെ അറിയാമെന്ന് വിചാരിച്ചത് എന്ത് ചെയ്തു? ഭഗവാന്റെ ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. ദ്വാരകയിൽ വന്നപ്പോൾ എന്താ കഥ ചോദിച്ചാൽ, ദ്വാരകയിൽ ഒരു ദിക്കിൽ ചെന്നപ്പം ഭഗവാന്റെ 16,008 വീടുകളിൽ ഒരു ദിക്കിൽ ചെന്നപ്പം ഭഗവാൻ കുളിക്കുന്നു, മറ്റേ ദിക്കിൽ ചെന്നപ്പം ഭഗവാൻ ജപിക്കുകയാണ്, വേറെ ഒരു ദിക്കിൽ ഹോമം കഴിക്കണം, വേറെ ഒരു ദിക്കിൽ രാജ്യകാര്യം പറയണു, വേറെ ഒരു ദിക്കിലാണെങ്കിൽ ചൂത് കളിക്കണു, വേറെ ഒരു ദിക്കിൽ നേരമ്പോക്കെ പറയണു, വേറെ ഒരു ദിക്കിൽ കുട്ടികളെ കളിപ്പിക്കുന്നു. അവന് 16,008 ദിക്കിലും ഭഗവാനെ 16,008 പ്രകാരത്തിലാണ് ആര് കണ്ടത്? ഈ നാരദർ കണ്ടത്. നാരദർക്ക് വലിയ സന്തോഷമായി, വലിയ അത്ഭുതമായി. നാരദർ തൊഴുതിട്ട് പറയുകയും ചെയ്തു, ഭഗവാനെ മനസ്സിലായി. ഇപ്പോഴാണ് മനസ്സിലായത് എന്ത്? വിധാമ യോഗമായാസ്തേ ദുർദർശ അഭിമായിനാം യോഗേശ്വരാത്മൻ നിർഭാത ഭവൽപാദ നിഷേവയാ. യോഗീശ്വരനായ ഭഗവാനെ, അങ്ങയുടെ മഹിമ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് അങ്ങ് അനുഗ്രഹിക്കണം. എങ്ങനെ? അനുജാനീഹി മാം ദേവ ലോകാംസ്തേ യശസാ പ്ലുതാൻ പര്യടാമി തവോദ്ഗായൻ ലീലാം ഭുവന പാവനീം. അതുകൊണ്ട് അങ്ങയുടെ ലീലാമഹിമകൾ ലോകം മുഴുവൻ പാടി കീർത്തിച്ച് ലോകത്ത് മുഴുവൻ സഞ്ചരിക്കാൻ പോകുക, ഞാൻ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഭഗവാന്റെ മഹിമകൾ പാടി കീർത്തിച്ച് നാരദ മഹർഷി ലോകം മുഴുവൻ സഞ്ചരിച്ചു എന്നാ പറയുക. എങ്ങനെയാണ് ഭഗവാന്റെ ആ ഗൃഹസ്ഥാശ്രമ ലീല നാരദ മഹർഷി കണ്ടത്. അങ്ങനെ ഈ ഭഗവാൻ ഈ ഇദ്ദേഹത്തിന്റെ ആ നാരദരുടെ കഥകളൊക്കെ കഴിഞ്ഞു പോയ കാലത്ത് ഭഗവാൻ ദ്വാരകയിൽ ഇരുന്ന് വാഴുന്ന കാലത്താണ് ദ്വാരകാപുരിയിലേക്ക് ഒരു ദൂതൻ വന്നു. ആ ദൂതൻ വന്നിട്ട് ഭഗവാന്റെ അടുത്ത് വന്ന് തൊഴുതും നമസ്കരിച്ചു. ഭഗവാനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ, ഞാൻ ജരാസന്ധന്റെ കാരാഗ്രഹത്തിൽ നരകിക്കുന്ന രാജാക്കന്മാര് പറഞ്ഞയച്ചിട്ട് വരണ ദൂതനാണ് എന്നും പറഞ്ഞു. ഈ ജരാസന്ധന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, ജരാസന്ധൻ ഏത് നാട് ആക്രമിച്ച് കീഴടക്കിയാലും ആ നാട്ടിലെ രാജാക്കന്മാരെ പിടിച്ചു കൊണ്ടുവന്ന് കാരാഗ്രഹത്തിലിട്ട് പൂട്ടി വെക്കും. അങ്ങനെ കാരാഗ്രഹത്തിലിട്ട് പൂട്ടി വെച്ച് പരവധി രാജാക്കന്മാരെ പൂട്ടി വെച്ചിട്ടുണ്ട്. 10-56 രാജാക്കന്മാരുണ്ട് അവിടെ കാരാഗ്രഹത്തിൽ കിടക്കണം. ഒരു 10-14 പേരും കൂടി അയ്യാ 100 തികഞ്ഞാൽ ഇവരെ 100 പേരെയും കൂടി കൊണ്ടുപോയിട്ട് മഹാദേവന് വെട്ടി ഒന്ന് ബലി കൊടുക്കും. അങ്ങനെയാണ്. അങ്ങനത്തെ ക്രൂരകർമാവാണ് ആര്? ഈ പറയുന്നതായ ജരാസന്ധൻ. അപ്പൊ ഇനി 10-14 കൂടി ആവാൻ അധികം താമസമില്ല. രാജാക്കന്മാരാണെങ്കിൽ വിഷമിച്ചിരിക്കുകയാണ്. ഇത് 14 തികഞ്ഞാൽ നമ്മുടെ ആയുസ് ഒടുങ്ങൂലോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ രക്ഷയ്ക്കൊരു നിവൃത്തിയില്ലാതെ കണ്ട് ഭഗവാനെ ഏകാശ്രയമായിട്ട് കണ്ട് ദ്വാരകയിലേക്ക് ദൂതനെ പറഞ്ഞയച്ചത്. ആ ദൂതനാണ് ഇപ്പൊ എവിടേക്ക് വന്നത്? ഇവിടേക്ക് വന്ന് കാരാഗ്രഹത്തിലെ രാജാക്കന്മാരുടെ പ്രാർത്ഥന അവിടെ അറിയിച്ചു. ഈ അറിയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു ശബ്ദം കേട്ടു, നാരായണ 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 നാരായണ. നോക്കിയപ്പോ നാരദ മഹർഷിയാണ്. നാരദരെ വന്ന് തൊഴുതു. ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, ഞാനൊരു കാര്യം പറയാൻ വന്നതാണെന്ന് പറഞ്ഞു. അദ്ദേഹം ദൂതനാ. ആര്? നാരദരും ദൂതനാണേ. അപ്പൊ ചോദിച്ചാൽ എവിടെന്നാ വരണത്? ഞാൻ ഹസ്തിനാപുരത്ത് ഇന്ദ്രപ്രസ്ഥം രാജധാനിയിൽ നിന്ന് പാണ്ഡവന്മാര് പറഞ്ഞയച്ചിട്ട് ദൂതനായിട്ട് വരികയാണ് ഇവിടെ കേവലം. അങ്ങയുടെ ദൂതൻ എന്താ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അതായത് പാണ്ഡവന്മാരുണ്ടല്ലോ, പാണ്ഡവന്മാർ ഒരു രാജസൂയ യജ്ഞം കൊണ്ട് ഭഗവാനെ പൂജ കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ രാജസൂയ യജ്ഞം ഭഗവാൻ നടത്തി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ വർത്തമാനാണ് ഇപ്പം ഇവിടെ വന്ന് നാരദ മഹർഷി ദൂതായിട്ട് പറഞ്ഞത്. പാണ്ഡവന്മാരുടെ ദൂതനായിട്ട് നാരദ മഹർഷിയും ജരാസന്ധന്റെ കാരാഗ്രഹത്തിലെ രാജാക്കന്മാരുടെ ദൂതനായിട്ട് ആ ദൂതനും. 2 ദൂതന്മാര് വന്ന് ഒരേ സമയം വന്ന് തൻ്റെ അടുത്ത് വന്ന് ഒരേ സമയം 2 പേര് വന്ന് പറയുന്നത്, ഇതിലിപ്പോ ഏതാ ആദ്യം എടുക്കുക? ഈ 2
രണ്ട് വർത്തമാനങ്ങൾ അടുത്ത് വന്ന് കൂടിയപ്പം ഏതാ ആദ്യം എടുക്കുക, ഏതാ രണ്ടാമത് എടുക്കുക, അങ്ങനെ ഇട്ടപ്പോൾ ഒന്ന് ആദ്യം കണക്കാക്കിയ മറ്റേത് രണ്ടാമതായിട്ട് വരും. അപ്പോൾ മറ്റേത് രണ്ടാമതായിട്ട് വന്ന അപ്പോൾ ഒരു കുട്ടിക്ക് തോന്നില്ലേ നമ്മൾ രണ്ടാം തരക്കാരായി എന്ന് തോന്നില്ലേ? ഭഗവാന്റെ മുമ്പിൽ അങ്ങനെ രണ്ടാം തരക്കാരില്ല. ശ്രദ്ധിച്ച് കേൾക്കണേ. അതായത് എന്താ വെച്ചാൽ നമ്മൾ ഏത് ദിക്കിൽ എന്തിനു പോവുകയാണെങ്കിലും ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ, നാലാമൻ എന്ന് പറഞ്ഞ് നാമൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. 100-ാമൻ, 6-ാമൻ, 100-ാമൻ എന്നൊക്കെ പറയില്ലേ? പക്ഷെ ഭഗവാനെ ഭജിക്കുന്നവരുടെ ഇടയ്ക്ക് ഈ 1-ാമൻ 2-ാമൻ എന്നില്ല, എല്ലാവരും 1-ാമന്മാരേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ ജരാസന്ധന്റെ പ്രാർത്ഥന എടുത്താൽ എന്താ ഉണ്ടാവുക? കാരാഗ്രഹത്തിലെ രാജാക്കന്മാരുടെ പ്രാർത്ഥന എടുത്താൽ യുധിഷ്ഠിരന് തോന്നില്ലേ നമ്മൾ രണ്ടാം തരക്കാരായിട്ട് കൂട്ടി? യുധിഷ്ഠിരന്റെ പ്രാർത്ഥന ആദ്യം സ്വീകരിച്ചാൽ ഈ രാജാക്കന്മാരുടെ ഉള്ളിൽ എന്ത് തോന്നും? യുധിഷ്ഠിരനൊക്കെ ഭഗവാന്റെ സ്വന്തക്കാരനല്ലേ, അവര് പിന്നെ എന്തായാലും നമ്മളൊക്കെ എത്രയിലും അന്യന്മാരല്ലേ എന്ന് തോന്നിയിട്ടൊരു വേദന ആർക്ക് തോന്നും? അവർക്കും തോന്നും. അങ്ങനെ ഒരു വേദന ഭഗവാന്റെ വിഷയത്തിൽ പാടില്ല. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ അറിയാം എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. എന്നാലും ഉദ്ധവരോട് ചോദിച്ചു. ഭഗവാന്റെ മന്ത്രി ഉദ്ധവരില്ലേ, ഉദ്ധവരെ എന്താ ചെയ്യുക ചോദിച്ചപ്പോൾ ഉദ്ധവര് ചിരിച്ചും കൊണ്ട് പറഞ്ഞു, എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ അങ്ങക്ക് നല്ലോണം നിശ്ചണ്ട. അങ്ങക്കത് നിശ്ചണ്ടായിട്ട് അങ്ങത് എന്നോട് ചോദിക്കുന്നത് എന്തിനാണ്? ഞാൻ അങ്ങ് എന്താണോ സങ്കല്പിക്കുന്നത് അതാണ് ഞാൻ പറയുക. അപ്പൊ എന്നിട്ട് ഞാൻ പറയുമ്പോൾ അങ്ങ് കേൾക്കുകയും ചെയ്യും. അപ്പൊ ആളുകൾ പറയും ഉദ്ധവര് പറയണ്ടേ ഭഗവാൻ കേൾക്കുള്ളൂ, ഉദ്ധവര് പറയണ്ടേ ഭഗവാൻ കേൾക്കുള്ളൂ എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ച് ഞാനൊരു വലിയ ആളാണെന്ന് എല്ലാവരുടെ ഇടയിൽ ബോധ്യപ്പെടുത്താനല്ലേ അങ്ങ് ഇപ്പണി ചെയ്തത്? ആര് ചോദിച്ചോ? ഉദ്ധവര് മഹാവിദ്വാനാണേ. ഉദ്ധവര് ഭഗവാന്റെ ആ സമ്പ്രദായം തെറ്റിയിട്ട് ശകലമൊന്നും ചെയ്യില്ല. അങ്ങനെയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അങ്ങ് എന്താണോ സങ്കല്പിച്ചത് അത് പറയാം. നമുക്ക് രാജസൂയം പ്രാർത്ഥന ആദ്യം അങ്ങോട്ട് ഏറ്റെടുക്കുക. എന്നാ എന്താ ഗുണം? രാജസൂയത്തിന് പുറപ്പെടണമെങ്കിൽ എന്ത് വേണം? എല്ലാ രാജാക്കന്മാരെയും ജയിക്കണ്ടേ? എല്ലാ രാജാക്കന്മാരെയും ജയിക്കുമ്പം ആരെയും ജയിക്കണം? ജരാസന്ധനെയും ജയിക്കണ്ടേ? അപ്പൊ രാജസൂയ പ്രാർത്ഥനയ്ക്ക് പുറപ്പെട്ടാൽ എന്താവും? രാജസൂയവും ആവും, ജരാസന്ധന്റെ കാരാഗ്രഹത്തിലെ രാജാക്കന്മാരുടെ പ്രാർത്ഥനയും കൂടി നടക്കും. ഒരു വെടിക്ക് ചുരുക്കത്തിൽ 2 വേണം, കൂടിയ കുഴപ്പമില്ല. ശരിയല്ലേ? ഒരു പ്രവൃത്തി കൊണ്ട് 2 നേട്ടം ഉണ്ടാവാൻ പോണത്. അങ്ങനെ ആയാലും സന്തോഷമായി. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണനും അദ്ദേഹത്തിന്റെ പത്നിമാരും പുത്രന്മാരും എല്ലാവരും ചേർന്ന് എന്ത് ചെയ്തു? ഉദ്ധവര് പറഞ്ഞ വർത്തമാനം കേട്ട് രാജസൂയ കാര്യം മുമ്പിൽ വെച്ച് എങ്ങോട്ട് നടന്നു? ഹസ്തിനാപുരം രാജധാനിയിലേക്ക് പ്രവേശിച്ചു എന്നാ പറയുക.